വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ഷാജി ജോസഫാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിന്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന ഷാജി പാസ്റ്റർ ചില മാസങ്ങളായി എല്ലാ വ്യാഴാഴ്ചയും നമ്മുടെ ഗോസ്പൽ TV UP എന്ന ചാനലിലൂടെ ദൈവവചന പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് നടന്നില്ല. അവിടെ പ്രാർത്ഥനാലയത്തിൽ ധ്യാനം ഉണ്ടായിരുന്നുകൊണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗിലേക്ക് പാസ്റ്റർ ഷാജി വി ജോസഫിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു. Thank you very much. Glory to God. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ സൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്ത അങ്ങയുടെ മഹാസ്നേഹത്തിനായി നന്ദി. അങ്ങയുടെ വലിയ പദ്ധതിയിലേക്ക് ഞങ്ങളെ അങ്ങ് പ്രവേശിപ്പിച്ചതിനായി നന്ദി. അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ആത്മാവിനാൽ നടപ്പിലാക്കി ക്രിസ്തുവിൽ അങ്ങുമായി ഒന്നാകുവാൻ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ക്രിസ്തുവുമായി അങ്ങുമായി ഒരു ബന്ധമായി ഒരു കുടുംബമായി തീരുവാൻ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, നല്ല പിതാവെ, അതിലെത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കണ്ടക്ട് ചെയ്ത ഗോസ്പൽ TV മീഡിയ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാജു ബർണയെയും ശുശ്രൂഷകളെയും കുടുംബമായി ഏൽപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും ഏൽപ്പിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങൾ അല്പ ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ശ്വാസം അനുവദിച്ചിട്ടുള്ളൂ എന്ന ബോധത്തോടെ ജീവിപ്പാൻ, ദൈവരാജ്യം ലക്ഷ്യമാക്കി ദൈവ കുടുംബം ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. അങ്ങനെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്തെടുക്കാൻ കഴിയില്ല. ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. നയിച്ചാട്ടം നടത്തിയാട്ടെ, ഞാൻ അങ്ങടേത് മാത്രമല്ല ഉപയോഗിച്ചാട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായി ഗോസ്പൽ TV UP എന്നുള്ള ഈ ചാനലിലൂടെ പരസ്പരം കാണുക സ്വർഗത്തില് നമ്മളെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാം കേൾക്കുന്നത് തിരുവചനത്തിലെ അത്ഭുതങ്ങളാണ്. നാം കേൾക്കുന്നത് തിരുവചനത്തിലെ ഗുപ്തനിധികളാണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. കാരണം എറണാകുളത്ത് പ്രാർത്ഥനാലയത്തിൽ വചനത്തിന്റെ വലിയ ഉത്സവം നടക്കുകയായിരുന്നു. വെളിപ്പാടുകളുടെ ഈ തൃശ്ശൂർ പൂരം ഒന്നും കേട്ടിട്ടില്ലേ? ഒരു പൂരപ്പറമ്പായിരുന്നു അതാണ്. അപ്പോ ഞാൻ നിങ്ങളെ എവരെയും ക്ഷണിച്ചു. പക്ഷേ നിങ്ങളെ ആരെയും കണ്ടില്ല, മറ്റു പലരെയും കണ്ടു. ഓക്കെ, ഒരല്പസമയമേ ഉള്ളൂ. ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ 3-ാം തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരായ നമുക്കൊക്കെ ജീവിതത്തിന്റെ 1-ാം തലത്തിൽ പ്രവർത്തിപ്പാൽ സ്വർഗത്തിലെ ദൈവം കൃപ തരികയാണ്. ഇതിപ്പോ 3-ാം തലം 1-ാം തലം ഒന്നും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ദൈവം അനുവദിക്കുന്ന അടുത്ത റിട്രീറ്റ് ജൂൺ 2-ാം തീയതിയാണ് കടന്നു വരിക. കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കും. പ്രത്യേകിച്ച് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന ദൈവദാസന്മാരെയാണ്. കാരണം ദൈവത്തിന്റെ വചനം നിങ്ങൾ പലരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്ന ഇതാണ്: കോടാലിക്ക് മൂർച്ചയില്ല എങ്കിൽ അധികം ബലം പ്രയോഗിക്കേണ്ടി വരും. എന്നാൽ പിന്നെ അല്പസമയം ഒരു കൊല്ലന്റെ ഒരാലയിൽ ഇരുന്നിട്ട് മൂർച്ച കൂട്ടിയിട്ട് 2 വെട്ട് വെട്ടിയാൽ പോരെ, എന്തിന്റെ ഇങ്ങനെ 10-200 വെട്ട് വെട്ടുന്നേ? അപ്പോ അല്പനേരം കൊല്ലന്റെ ആലയിൽ ഇരുന്ന് ആ നല്ല മൂർച്ച വെപ്പാൻ തക്കോണം അവരെ ക്ഷണിക്കുകയാണ്. ഒരാഴ്ച സുഖവാസത്തിന് പോകുന്ന ചിന്തിച്ചാൽ ഓക്കെ. അവിടെ ഭക്ഷണവും പാർപ്പിടവും ഒക്കെ ഉണ്ട്. നിസ്സാര ഫീസേ ഉള്ളൂ, 500 രൂപയുള്ളൂ. പിന്നെ അതും ഇല്ലാത്തവർക്ക് സൗജന്യമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ്. ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒന്നിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, www.kingdommessages.com. അല്ലെങ്കിൽ യൂട്യൂബില് SVJ മെസ്സേജസ് ഷാജി വെമ്പനാട് ജോസഫ് മെസ്സേജസ് അത് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഫേസ്ബുക്കില് ഷാജി ജോസഫിന്റെ പേജ് ഫോളോ ചെയ്യുക. ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണ്ട, കാരണം ഇനി ആളെ ഫ്രണ്ട്സ് ആകാനുള്ള 5000 രൂപ പറ്റുള്ളൂ, ലിമിറ്റേഷൻ ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഫോളോ ചെയ്യുക. ധാരാളം സന്ദേശങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ ലഭ്യമാകുവാനായിട്ട് ഇടയാകും.
അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയത്തിന്റെ ആ ക്ലൈമാക്സിലേക്ക് നാം കടക്കുകയാണ്. നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം പിശാചിന്റെ ശിക്ഷാവിധിയാണ്. പിശാച് എന്തുകൊണ്ട് വ്യാജ സുവിശേഷം രൂപീകരിച്ചു എന്നുള്ളത്. ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് അതുമായുള്ള ബന്ധത്തിൽ തന്നെ പിശാചിന്റെ ശിക്ഷാവിധി ദൈവം എങ്ങനെയാണ് മനുഷ്യരിലൂടെ നടപ്പിലാക്കുന്നത് എന്നുകൂടെയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശത്തിൽ പറയാൻ കഴിയാവുന്നത്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് തുടർന്ന് കടന്നു വരാവുന്നതാണ്. അപ്പൊ പുതിയതായിട്ട് കടന്നു വന്നവർക്ക് വേണ്ടി ഒരു റീക്യാപ്പ് തരികയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ 2 പ്രധാനപ്പെട്ട പോയിന്റ്? നമ്മൾ 3 ഭൂമിയെ കുറിച്ച് ചിന്തിച്ചു. നമുക്ക് മുമ്പുള്ള ഒരു ഭൂമി, നമ്മളായിരിക്കുന്ന ഒരു ഭൂമി, വരാൻ പോകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഓർക്കുന്നുണ്ടോ? ഓർക്കാത്തവർക്ക് വേണ്ടി കമ്പി വാചകത എന്ന് പറഞ്ഞ് നമ്മളുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കയറാം. ഇവിടെ നാം ഓർക്കാൻ 2 പ്രധാന ഫ്രേസുകൾ നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിലേക്ക് ഒന്ന് ഓടി റീക്യാപ്പ് ചെയ്തുകൊള്ളുക. ഒന്ന്, സൂര്യന്റെ കീഴിലുള്ള ഭൂമി. അതാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഭൂമി. ബൈബിൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒരു കാര്യം, സൂര്യന്റെ കീഴിൽ പുതിയതായി യാതൊന്നുമില്ല. സൂര്യനെ സൃഷ്ടിച്ചത് 4-ാം ദിവസമാണെന്ന് ഓർമ്മയുണ്ടോ? അപ്പോ അതിനു മുമ്പൊരു ഭൂമിയുണ്ട്. അതാണ് 31:1 ദൈവം ആദിയിൽ ആകാശം സൃഷ്ടിച്ചു. അപ്പോ എപ്പോഴും ഓർമ്മയിരിക്കണം, സൂര്യന്റെ കീഴിൽ പുതിയതായി ഒന്നുമില്ല. ഉള്ളതൊക്കെ, ഇനി ഉണ്ടാകാൻ പോകുന്നതൊക്കെ നമുക്ക് മുമ്പ് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ല, ബൈബിള് പറയുകയാണ്. ദൈവത്തിന്റെ ജ്ഞാനം ഗിഫ്റ്റ് കിട്ടിയ ശലോമോൻ എന്ന ജ്ഞാനിയായ വ്യക്തിത്വം പറയുകയാണ്, സൂര്യന്റെ കീഴിൽ ഉള്ള ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാനുള്ളതും ഒക്കെ നമുക്ക് മുമ്പ് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഇനി വേറൊരു പോയിന്റ് നിങ്ങൾ ഓർക്കുക, ഇതൊക്കെ പില്ലറായിട്ട് അകത്തിട്ടേക്കണം. ദൈവം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ദൈവം കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. ഈ പോയിന്റിൽ ശ്രദ്ധിക്കുക, തിരുവചനമാണ്. ദൈവം കഴിഞ്ഞു പോയതിനെ വീണ്ടും അന്വേഷിക്കുന്നു. ഇതൊക്കെ ശലോമോന് ദൈവം കൊടുത്ത ആ ജ്ഞാനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഹനനം ചെയ്ത് കിട്ടുന്ന ഭാഗങ്ങൾ ദൈവം തുറന്നു കാണിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നാം 2 പത്രോസ് 3:5 നിന്നുകൊണ്ട് നാം ചിന്തിക്കുകയുണ്ടായി. 2 പത്രോസ് 3:5 നമ്മൾക്ക് ഓൾറെഡി ഇതൊക്കെ വായിച്ചു കഴിഞ്ഞ വചനങ്ങളാണ്. അപ്പോ അവിടെ നാം മനസ്സിലാക്കാനിടയായത്, നമുക്ക് മുമ്പേ ഉള്ള പണ്ടത്തെ കാലത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു സംശയം കഴിഞ്ഞ ചിലർ ചോദിക്കാനായിട്ടിടയായി, 3 ഭൂമിയാണോ 2 ഭൂമിയാണോ? സഹോദരങ്ങളെ, 2 ഭൂമിയേ ഉള്ളൂ. എന്നാൽ ആദ്യത്തേത് 2 ഒരു ഭൂമി തന്നെയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, ആ ഭാഗം സാജുബർ എടുത്തില്ലെങ്കിൽ ഞാനങ്ങ് വായിക്കാം, പെട്ടെന്ന് സമയം മുമ്പോട്ട് പോകല്ലോ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സാജുബർ എടുത്തെങ്കിൽ വായിച്ചോ. 3:5, 2 പത്രോസ് 3:5. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ സന്ദേശങ്ങളിൽ ചിന്തിച്ച കാര്യം പെട്ടെന്ന് പറയാം. അപ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ കയ്യിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമില് ഇതാ ദൈവത്തിന്റെ വചനം പറയാം, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും അല്ല വെള്ളത്തിലും എന്നുള്ള വെള്ളത്തിൽ നിന്നും
വെള്ളത്താലും ഉളവായ ഭൂമി, അതാണ് നാം ഇപ്പോഴായിരിക്കുന്ന ഭൂമി. ഇതാ എന്റെ കയ്യിൽ കുറച്ച് ബോളിൽ ഇന്ന് പാഷൻ ഫ്രൂട്ടാണ് കിട്ടിയത്, അതുകൊണ്ട് പാഷൻ ഫ്രൂട്ട് ഇതൊരു ഭൂമി കണ്ട. വെള്ളത്തിൽ നിന്നും വെള്ളത്തിലും ഉളവായ ഭൂമി, ഈ ഭൂമിയിലാണ് ഇപ്പോ നാം ജീവിക്കുന്നത്. നാം ജീവിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം. ആ ഭൂമി ദൈവത്തിന്റെ കാര്യം പറയുന്നു പണ്ട്, അപ്പൊ ഇപ്പോഴല്ല, പണ്ട് ഈ ഭൂമി പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായ, അതാണ് 31:1. അതാണ് നേരത്തെ ഭൂമി, ദൈവത്തിന്റെ വചനത്താൽ ഉളവായ ഭൂമി. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം താമസിക്കുന്ന ഭൂമി, ഈ രണ്ട് ഭൂമിയും ഭൂമി ഒന്ന് തന്നെയാണ്. ശ്രദ്ധിക്കുക, രണ്ട് ഭൂമിയല്ല, രണ്ട് സ്റ്റേജുകളാണ്. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലും ഉളവായ ഭൂമി, അല്ലെങ്കിൽ വെള്ളത്താൽ ഉളവായ ഭൂമി, അവിടെയാണ് നാം താമസിക്കുന്നത്. ആ ഭൂമി പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. 31:1. ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഈ സംഭവമാണത്. തുടർന്ന് നമ്മൾ കാണുന്നത് ഈ ഭൂമി പാഴായും ശൂന്യവുമായും തീർന്നു. തീർന്നു എന്നാണ്, ഇരുന്നു എന്നല്ല. അതിന്റെ മൂലഭാഷ പഠിക്കുമ്പോ ബിക്കം ആയി തീർന്നു. അതാണ് തുടർന്ന് ദൈവം ഏകദേശം 6000 വർഷം മുമ്പ് ഇതാ വെള്ളത്തിൽ മൂടിക്കിടന്ന ആ ഭൂമിയെ റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ആ വെള്ളത്തെ പകുതി മുകളിലേക്കും പകുതി താഴേക്കും വിട്ടു. മുകളിലേക്ക് പോയി ഒരു കൂട്ടം, താഴേക്ക് പോയതിനെ സമുദ്രം എന്നും ഇവിടെ ഉള്ളതിനെ ഭൂമി എന്ന് പറയുന്നു. ഈ ഭൂമിക്ക് അധികം ആയുസില്ല കേട്ടോ. ഇതിന് ഭയങ്കര ആയുസായിരുന്നു. ഇതിനധികം ആയുസ്, നാം ഇന്ന് താമസിക്കുന്ന ഭൂമിക്ക് വലിയ ആയുസൊന്നുമില്ല, കുറച്ചു. ഇത് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത് തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക. അപ്പോ ഈ പണ്ടത്തേത് വെള്ളം കൊണ്ട് നശിച്ചെങ്കിൽ ഇത് തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പലർക്കും പെട്ടെന്ന് ചിന്ത വരുന്ന നോഹയുടെ ജലപ്രളയമൊക്കെയാണ്. ഇവിടെ ആ നോഹയുടെ ജലപ്രളയം ഉണ്ടായി. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ജലപ്രളയമല്ല, സൂര്യന് മുമ്പുള്ള ഭൂമിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. സൂര്യന് മുമ്പുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് ഈ ഭൂമിയിലുള്ള എല്ലാം ഉണ്ടായിരുന്നു. ദൈവം ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. ഈ ഒരു കാര്യം ദൈവമക്കൾ ഓർത്തിരിക്കണം. അങ്ങനെ ഒരു ഭൂമി ഉണ്ടായിട്ട്, അതാണ് ഇനി വരാൻ പോകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതാണ് ഈ വചനത്തിന്റെ താഴെ എഴുതിയിരിക്കുന്നു, നാം, അതായത് 13-ാം വാക്യം, നാം ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം, ഒരു മൂന്നാമത് വർണ്ണം വരുന്നു, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്ക് കാത്തിരിക്കുന്നു. ഇതാണ് ദൈവരാജ്യത്തിന്റെ കീഴിലുള്ള ഭൂമി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യത്തെ ഭൂമി മനുഷ്യരല്ല, ദൈവദൂതന്മാരാണ്. രണ്ടാമത്തെ ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോ ഇവിടെ മനുഷ്യരായ നാമാണ്. ഇനി മൂന്നാമത്തെ ഭൂമിയിൽ ഈ രണ്ടു കൂട്ടരും അല്ല, മൂന്നാമത്തെ ഭൂമിയിൽ ദൈവപുത്രന്മാരാണ്. ഇവിടുന്ന് ജയം പ്രാപിച്ചു വരുന്ന ദൈവത്തിന്റെ പുത്രന്മാരാണ് ഇവിടെ. ജയിക്കുന്നവരാണ് ഇത് അവകാശമാക്കുന്നത്. ഇവിടെയാണ് പുതിയ യെരൂശലേമിൽ കയറി വരുന്നത്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾ കേൾക്കണമെങ്കിൽ ഇത് 6ാമത്തെ മെസ്സേജ്, ഈ സീരീസിലെ 6ാമത്തെ മെസ്സേജ് ആണ്. ഇതിനു മുമ്പുള്ള 5 മെസ്സേജും പോയി കേൾക്കുക. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഭൂമിയിൽ ദൈവം ദൂതവർഗത്തെയാണ് നിർത്തിയിരുന്നത്. ദൂതന്മാർക്ക് നമ്മളെ പോലെ ഫിസിക്കൽ ബോഡി എടുക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും കാണുന്നത് അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ അനേകർ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ അവർക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല. അവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇതാ ഈ ആകാശമണ്ഡലത്തിൽ അവരെ ദൈവം സെറ്റ് ചെയ്യും. ആകാശമണ്ഡലത്തിൽ അതാണ് 2-ാം ദിവസം. 2-ാം ദിവസം മാത്രമാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചു ദൈവം നല്ലതെന്ന് കാണാൻ. ബാക്കി എല്ലാ ദിവസവും സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു ദൈവം എല്ലാം നല്ലതെന്ന് കാണുക. അപ്പോ നമുക്ക് ചിന്ത അവിടെ ചിന്തിക്കുക, 2-ാം ദിവസം ദൈവം നല്ലതെന്ന് പറയാഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, കാരണം ഇവിടെ ഈ ഭൂമിയിൽ ലോക്കായി കിടന്ന ദൂതവർഗത്തെ, ശിക്ഷയിൽ കിടന്ന ദൂതവർഗത്തെ ദൈവം എന്തെന്നറിയാമോ, നേരെ ഇവരെ മുകളിലേക്ക് തട്ടി ആകാശം എന്നൊരു വിധാനം ഉണ്ടാക്കിയിട്ട് അവിടെ അവരെ ലോക്ക് ചെയ്തു. അവരെ അവിടെ സെറ്റ് ചെയ്തു. അവിടെ സെറ്റ് ചെയ്തിട്ട് ഭൂമിയിൽ പുതിയ കുടിയാനെ കൊണ്ടുവന്നു. അപ്പൊ പഴയ കുടിയാനാണ് 1-ാമത്തെ ഭൂമിയിലുള്ളത്. ഇതാണ് വെളിപ്പാട് 10:21 പറയുന്ന പഴയ കുടിയാനെ മാറ്റി പുതിയ കുടിയാനെ കൊണ്ടുവരുന്നു എന്ന് പറയണേ.
അപ്പൊ പഴയ കുടിയാന്മാരായ ആ ദൂതവർഗത്തെ ദൈവം ഇവിടുന്ന് മാറ്റിയിട്ട് അവരെ നേരെ ആകാശത്തില് സെറ്റ് ചെയ്തു. ഇതുകൊണ്ടാണ് പറയുന്നത് അവരെയാണ് ആകാശത്തിന്റെ അധികാരികൾ എന്ന് ബൈബിൾ പറയുന്നത്. ആകാശത്തിന്റെ അധികാരികൾ നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഭൂമിയിൽ പുതിയ കുടിയാന്മാരായി നമ്മളെ സെറ്റ് ചെയ്തു. എന്നാൽ തുടക്കത്തിൽ തന്നെ ഈ ഗോതയിൽ വെച്ച് ആദവും പിശാചും കൂടി ഏറ്റുമുട്ടി. ഈ ഗോതയിൽ മനുഷ്യനും പിശാചും കൂടെ ദൂതനും കൂടി ഏറ്റുമുട്ടി. ദൂതൻ ജയിച്ചു. ഒന്നാമത്തെ റൗണ്ടിൽ ആര് ജയിച്ചു? പഴയ കുടിയാനും പുതിയ കുടിയാനും. പഴയ കുടിയാനാണ് കെരൂബ് ലൂസിഫറും കൂട്ടരും. പുതിയ കുടിയാനാണ് ആദവും കൂട്ടരും. നമ്മൾ ഈ ബാഡ്മിന്റൺ ഷട്ടിലൊക്കെ കളിക്കാൻ പോകത്തില്ലേ? അപ്പൊ ആദ്യം ഈ ഗോതയിൽ വെച്ച് അവരെ ഏറ്റുമുട്ടി. ഏതെങ്കിലും വെച്ച് ഏറ്റുമുട്ടി. ആദ്യത്തെ ഏറ്റുമുട്ടലിൽ തന്നെ ആദം പുതിയ കുടിയാൻ പരാജയപ്പെട്ടു. അവനെ പാപത്തിൽ കുടുക്കി. അപ്പോ 1-0. ഇനി അടുത്തത്, ഈ പഴയ പുതിയ കുടിയാനെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ പുത്രനും പിശാചുമായിട്ട് ഏറ്റുമുട്ടി. ആദം മുട്ടിയിട്ട് ആദം തോറ്റു. പുത്രനും പിശാചുമായിട്ട് ഏറ്റുമുട്ടി കാൽവരിയിൽ. 3.5 വർഷം ഏറ്റുമുട്ടലായിരുന്നു. അവിടെ പുത്രൻ ജയിച്ചു. അപ്പോ എന്തായി? 1-0 എന്നുള്ളത് 1-1 1-0 എന്നുള്ളത് 1-1. ഇത് ശ്രദ്ധിക്കുക. ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരാം കേട്ടോ. ശ്രദ്ധിച്ചേ. ഇനി പുത്രൻ ജയിച്ചതുപോലെ നമ്മൾ ജയിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പുത്രൻ ജയിച്ചതുപോലെ നമ്മളും ജയിക്കണം. ദൈവത്തിന്റെ വചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്ന രംഗം ഇതാണ്. യേശുക്രിസ്തു പറയാണ്, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിച്ചാൽ നിങ്ങളെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. മനസ്സിലായോ? യേശുക്രിസ്തു ജയിച്ച് പിതാവിന്റെ സിംഹാസനത്തിലേക്ക് പോയി. സ്വർഗത്തിൽ സിംഹാസനങ്ങൾ ഇന്ന് ഇല്ലാഞ്ഞിട്ടല്ല, മൊത്തം സിംഹാസനത്തിന് ക്ഷാമം ഉണ്ടായിട്ടല്ല. ദൈവം അത് കാണിക്കുന്നത് ഞങ്ങൾ ഒരു കുടുംബമാണ്, ഒരു ഭരണമാണെന്നാണ് കാണിക്കുന്നത്. യേശുക്രിസ്തു ജയിച്ച് യഥാർത്ഥത്തിൽ യേശു ഇരിക്കുന്ന പിതാവിന്റെ വലതുഭാഗത്താണ്. പക്ഷെ ഇവിടെ ആ പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഞാൻ ജയിച്ചു, എന്റെ പിതാവിന്റെ സിംഹാസനത്തിലിരുന്നു. അപ്പൊ പലരും ഇവിടെ ഉപയോഗിക്കുന്നത് പിതാവിനെ റീപ്ലേസ് ചെയ്ത് പുത്രനെ കൊണ്ടുവരാൻ ഈ വചനം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയല്ല. യേശു പറയാണ്, നിങ്ങൾ ജയിച്ചാൽ നിങ്ങളെയും ഞാൻ അതേ സിംഹാസനത്തിൽ ഇരുത്തും. അതിന്റെ അർത്ഥം സ്വർഗസ്ഥ പിതാവിനും ക്രിസ്തുവിനും ക്രിസ്തുവിനോട് ജയം പ്രാപിക്കുന്ന ദൈവ മക്കൾക്കും ഒരൊറ്റ സിംഹാസനം എല്ലാവർക്കും കൂടെ. വെളിപ്പാട് 3:21 പറയാണ്. അതിന്റെ അർത്ഥം സ്വർഗത്തിൽ സിംഹാസനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഇത് കാണിക്കുന്നത് നമ്മൾ ഒരു കുടുംബമാണെന്നും മാത്രമല്ല ഭരണം ആരംഭിക്കുന്നത് ഒരൊറ്റ സിംഹാസനത്തിൽ നിന്നാണെന്നും നിങ്ങളാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശരീരമായ ക്രിസ്തുവിന്റെ അവയവങ്ങളെന്നും നിങ്ങൾ വേണം ഇനി ഭൂമിയെ വാഴാൻ എന്നുള്ള ആ സിമ്പലാണ്. കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നതിന്റെ സൈനാണ്. നമ്മളെല്ലാം കൂടി ഒന്നാകാൻ പോവുക. ഇതാ യേശുക്രിസ്തു പറഞ്ഞേ, ഞാനും പിതാവ് ഒന്നാകും, അതേപോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം എന്ന് പറയുക. അപ്പൊ നമ്മൾ ചിലരെന്ത് ചെയ്യും? ഞാനും പിതാവ് ഒന്നാന്ന് പറഞ്ഞാൽ അത് മാത്രം എടുത്തുകൊണ്ട് പോയി യേശുവാണ് പിതാവ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുക. അങ്ങനെയല്ല. യേശു ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. പകരം യേശു പറയാണ്, ഞാനും പിതാവ് ഒന്നാകുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം, ഒരു കുടുംബമായി മാറണം. അപ്പോ ഇത് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഭാഗത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ ഈ ഗോതയില്, ഈ ചെറിയ ആയുസ്സുള്ള ഈ ഭൂമിക്ക്, ഈ ഗോതയില് ആദ്യം ആദവും പിശാചും കെരൂബും കൂടി ഏറ്റുമുട്ടി തന്ത്രത്തിലൂടെ ആദത്തെ പരാജയപ്പെടുത്തി 1-0. 2, സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ അയച്ചു. കാൽവരിയിൽ ഇവര് തമ്മിൽ അടിയായി. അതായത് ആ ഗോതയിൽ വീണ്ടും മത്സരം നടന്നു. കാൽവരി ക്രൂശിൽ വെച്ച് യേശുക്രിസ്തു ഈ പിശാചിനെയും കൂട്ടരെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി. ഇപ്പൊ എങ്ങനെയായി? 1-1 ഡ്രോയായി അല്ലെ? ഇനി യേശുക്രിസ്തു വെളിപ്പാട് 3:21 പറയാണ്, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിച്ചാൽ നിങ്ങളെ ഞാൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. അങ്ങനെയെങ്കിൽ മോളെ ദേവദാസനെ അങ്ങ് ജയിച്ചാൽ സംഭവം കളി മാറിയില്ലേ? 1-2 പിശാച് 1 ജയിച്ചോളൂ. 2 ഒന്ന് ക്രിസ്തുവും ജയിച്ചു, ക്രിസ്തുവിലുള്ള നിങ്ങളും ഞാനും ജയിച്ചു, ജയം പ്രാപിച്ചു. അപ്പൊ വ്യക്തതയോടെ മനസ്സിലാക്കണം, ജയിക്കുന്നവനാണ് ഈ ഭൂമിയിലെ പുതിയ ആകാശവും പുതിയ ഭൂമിയിലെ അവകാശം. ഇതാണ് വെളിപ്പാട് 21:7.
സാജിബാൻ എടുത്തെങ്കിൽ ഒന്ന് വായിക്കാട്ടോ. വെളിപ്പാട് 21:7 ദൈവത്തിന്റെ വചനം പറയാണ്, ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം, യഥാർത്ഥ യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ അവിടെ ജയത്തെ കുറിച്ച് പറയും. എന്നാൽ അല്ലെങ്കിൽ ഇത് ജയത്തെ കുറിച്ച് മിണ്ടില്ല. 21:7 വായിച്ചേ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇനി 3:21 കൂടി എടുത്തു. വെളിപ്പാട് 3:21. അപ്പോൾ 3:21 യേശുക്രിസ്തു പറഞ്ഞാണ്. അപ്പൊ ജയിക്കുന്നവനാണ് അവകാശം. ഇത് മറന്നു പോകരുത്. ആരാധന നല്ലതാ, പ്രാർത്ഥന നല്ലതാ, പക്ഷെ ജയിച്ചാലും അവകാശം കിട്ടുള്ളൂ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. അപ്പൊ യേശുവിനും പിതാവിനും ഒരു സിംഹാസനം. യേശു പറയാനുള്ള ഇതാ ആ സിംഹാസനത്തെ ഞാൻ നിങ്ങളെയും വരുത്തും. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോ അതിന്റെ കാരണം വേറെ കസേരയോ സിംഹാസനോ അവിടെ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മൾ ഒരു ഭരണമാണെന്നും ഒരു കുടുംബമാണെന്നും കാണിക്കാൻ വേണ്ടിയാണ് ഇത് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ യുദ്ധം നടക്കുകയാണ്. ആരൊക്കെ തമ്മിലാണ്? പുതിയ കുടിയാൻ, അതാണ് മനുഷ്യർ. പഴയ കുടിയാൻ കെരൂബ് വർഗം, ലൂസിഫറും കൂട്ടരും. ഇവരെ ജയിച്ചു വേണം. ജയിക്കുന്നവൻ ഇതവിടെ ഈ ദൈവരാജ്യം അവകാശം ആക്കി. ഇത് മറന്നു പോകരുത്. ഇത് മറവിടങ്ങളുടെ ഗുപ്തനിധിയാണ്. ദൈവം നിങ്ങൾക്ക് വരം തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പോലെ അറിയാതെ ഒരു ഈസി മട്ടിൽ നിങ്ങളൊന്നും എടുത്തു കളയും. നിങ്ങൾക്ക് കിട്ടില്ല. ഈ ഭൂമിയിൽ അല്പസമയമേ ഉള്ളൂ നമുക്ക്. ആ അല്പസമയമേ ഉള്ള ഭൂമിയിൽ നമ്മളോ 50, 60, 70, 80 വയസ്സ് മാക്സിമം, അത്രയും നമ്മൾ ഇവിടെ ഉള്ളൂ. പെട്ടെന്ന് നമ്മുടെ യുദ്ധം കഴിഞ്ഞ് ഇവിടുന്ന് പോകണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന, യൂദയുടെ ലേഖനമാണ്, ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന. നിങ്ങൾ ചോദിക്കും ഇവിടെ യുദ്ധം ഉണ്ടെന്നൊക്കെ ആരാ പറയണേന്ന്. ഇതാ മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസനായി പോരാടണം. ആരുമായിട്ട്? പിശാചുമായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? പിശാചുമായിട്ട് പോരാടണം. ഇത് മനസ്സിലാക്കുക. ഇതാണ് ഈ ഗോതയിൽ നടക്കുന്നത്. ആദത്തിന്റെ ജീവിതത്തിൽ വന്നു, ആദം പരാജയപ്പെട്ടു. മനസ്സിലായോ? ആദം പരാജയപ്പെട്ടു, 1-0. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ വന്നു, ക്രിസ്തു ജയിച്ചു, 1-1. ഇനി നമ്മുടെ ജീവിതത്തിൽ വരുന്നു, നമ്മൾ ജയിച്ചാൽ 1-2 ജയിച്ചു. പക്ഷെ തോക്കണം പോയത് തന്നെ. ഹല്ലേലൂയ. തോക്കരുത്. ഇതാ കർത്താവ് ഞാൻ പറഞ്ഞത്, ജയിക്കുന്നവന് സിംഹാസനം. ഇതാ യേശു പറയുന്നത്, ഞാൻ ജയിച്ചു, എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നു. അതേപോലെ നിങ്ങൾ ജയിച്ചാൽ നിങ്ങളെ എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുന്നു. അപ്പോ ഇത് മറന്നു പോകരുത്. ഇവിടെ നമ്മൾ ജയിക്കണം. അപ്പൊ എല്ലാ വിശ്വാസികളും, പലർക്കും ചോദ്യമുണ്ട്. ഇനി ഞാന് ഇതാ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, അഭിഷേകം പറഞ്ഞു, ഇനി എന്താ ചെയ്യണ്ടേ? യുദ്ധകളത്തിലെ മോനെ നീയെ, ഗോതയിലാണ് നീ ജയിക്കണം. വിശ്വാസത്തിന്റെ പരിശോധന ജയിക്കണം. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കാരണം വിശ്വാസം പോകുന്ന പരീക്ഷയിലാണ് നടക്കണേ. അതാണ് യൂദ 1-ാം അധ്യായം. അവിടെ അതിന്റെ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടോളൂ, ഇനി എന്താണ് ഒരു വീണ്ടും ജനിച്ച വ്യക്തിക്ക് ഉള്ളതെന്ന് വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത്. ശ്രദ്ധിക്കുക, വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതാണ്. യൂദ 1 അധ്യായം ഉള്ളൂ, അതിന്റെ 3-ാം വാക്യം. 1:3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന് അപ്പൊ ഇവിടെ വേണ്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഇവിടെയാണ് പോരാട്ടം നടക്കുന്നത്. ഈ വിശ്വാസത്തിൽ പിശാച് ഒരു ഭാഗത്ത്, നമ്മൾ ഒരു ഭാഗത്ത്. നമ്മുടെ ബലം എന്ന് പറയുന്നത് ദൈവം നമ്മളിലൂടെ ജീവിക്കുന്നതാണ്, ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ അകത്തുള്ള ദൈവം പുറത്ത് നമ്മളെ യുദ്ധത്തിൽ വരുന്ന പിശാചിനേക്കാൾ വലിയതാണ്. ഇതാണ് 1-4 പറയുന്നത്. നമ്മൾ പിശാചിനോട് ഏറ്റുമുട്ടാൻ പോയാൽ തോറ്റു. ആദം തോറ്റു, മരണത്തിൽ കീഴടക്കി. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ റിലീസ് ചെയ്യണം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ
ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പൊ ലോകത്തുള്ള പിശാച് നിങ്ങൾക്കെതിരെ എനിക്കെതിരെ യുദ്ധത്തിന് വരുമ്പോ നമ്മളല്ല അവനെതിരെ യുദ്ധത്തിന് പോകണ്ടേ. നമ്മളെന്ത് അറിയാമോ? അവന്റെ മുമ്പിൽ ഈ ദൈവവചനം അനുസരിച്ച് സ്വയത്തെ താഴ്ത്തി ഈ വചനത്തിനനുസരിച്ച് നാം നിലകൊള്ളുമ്പോ നമ്മുടെ ഉള്ളിലുള്ള ദൈവം അവനെ ജയിച്ചു. എന്നിട്ട് ആ ജയം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും. പഠിക്കണമെങ്കിൽ കൂടുതലായിട്ട് SBJ മെസ്സേജ് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നോക്കുക. നമ്മുടെ പുസ്തകങ്ങൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് അതിൽ വായിക്കാനൊക്കെ പറ്റും. അപ്പൊ നമ്മുടെ അതെല്ലാം അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഈ പഴയ ഭൂമിയിലെ കുടിയാനായ പിശാചിന്, കെരൂബിന് ഇവർക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. ശിക്ഷാ വിധി കഴിഞ്ഞു, ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. ഈ ശിക്ഷ വിധി നടപ്പിലാക്കേണ്ടത് പുതിയ കുടിയന്മാരാണ്. പുതിയ കുടിയന്മാർ ഫലം കൊടുത്താൽ ഈ പഴയവന്റെ ശിക്ഷ നടപ്പിലാവും. ഇത് തിരിച്ചറിയണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ് നിങ്ങളെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. പക്ഷെ നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ, നമുക്കിതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോ ഇതാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരെ വഴക്ക് പറയുന്ന രംഗമാണ്. നിങ്ങളാണ് ഈ ലോകത്തെ വിധിക്കുന്നത്, പക്ഷേ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരും തമ്മിൽ വഴക്കുണ്ടായി കേസിന് പോയിരുന്നു, നാളെ എന്ന് ചോദിക്കുന്ന ഒരു രംഗമാണ് അവിടെ പറയുന്നത്. അതിന്റെ 1 മുതൽ 4 വരെ വായിച്ച്. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു വ്യവഹാരമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെ അല്ല, അഭക്തരുടെ മുൻപാകെ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, ശ്രദ്ധിച്ചേ. അപ്പൊ ഇവിടെ പറയാണ്, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസിന് പോകും. നാണമില്ലേ നിങ്ങൾക്ക്? നാണമില്ലേ? നിങ്ങൾ ആരാന്നറിയോ? ലോകത്തെ വിധിക്കേണ്ട ആളാ, ദൂതന്മാരെ വിധിക്കേണ്ടവരാ നിങ്ങൾ. നിങ്ങളാണ് ഈ ഐഹിക കാര്യങ്ങൾക്ക് വെറും കിടന്ന് അങ്ങോട്ടും അടിയുണ്ടാക്കണേ. അപ്പോ ഇവിടെ പറയാണ് ദൂതന്മാരെ, കാരണം ഈവൻ പിശാചിന്റെ വിധി ഓൾറെഡി കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ 2 ഭൂമിയും ഒരു ഭൂമി തന്നെയാണ്. ഇത് ദൈവം വചനത്താൽ ഉളവാക്കി, ദൈവം അതിനെ ശിക്ഷ വിധിച്ചു. പിന്നെ ആ ഭൂമിയെ വെള്ളം മാറ്റി അതിനെ വെള്ളത്തിൽ നിന്ന് ഉദ്ധരിച്ചെടുത്തിട്ടുള്ള വെള്ളത്താലും വെള്ളത്തിൽ നിന്നും വെള്ളത്തിലുള്ളതായ ഭൂമിയാണ് കാണുന്നത്. ഇവിടെയാണ് മനുഷ്യനെ വെച്ചേക്കണേ, പുതിയ കുടിയാനെ വെച്ചേക്കണേ. ഇവിടെ ഉള്ളത് പഴയവനാ. ഇവന്റെ ശിക്ഷാവിധി കഴിഞ്ഞു, ഈ ശിക്ഷ നടപ്പിലാക്കുന്നത്, ആ ശിക്ഷ നടപ്പിലാക്കേണ്ടത് പുതിയ കുടിയാന്മാരായ ഞാനും നിങ്ങളുമാണ്. ഇതാണ് അവിടെ ചോദിക്കുന്നത്. ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നിങ്ങൾ, എന്നാൽ നിങ്ങൾക്കത് അറിയില്ലല്ലോ. അതായത് പിശാചിനെ നമ്മളാണ് അവനെ തോൽപ്പിക്കേണ്ടത്, അവന്റെ ശിക്ഷ നടപ്പിലാക്കേണ്ടത്. ഇതാണ് റോമ 16:20 പറയുന്നത്. റോമ 16:20 പറയാണ്, നിങ്ങളാണ് സാത്താനെ ചവിട്ടേണ്ടവരെ. ദൈവം റോമ 16:20 സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ ഇവിടുത്തെ കുടിയാൻ, ആദ്യ കുടിയാനെ 2ാം കുടിയാനായ മനുഷ്യൻ നിന്റെ കാൽ കീഴിൽ ദൈവം ചതച്ചുകളെ. മനസ്സിലായോ? അപ്പൊ ഈ വിധി നടപ്പിലാക്കേണ്ട വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും. അപ്പൊ ഇത് ഇത്രയും വലിയ കാര്യം ചെയ്യേണ്ട ആളുകളാണ് പരസ്പരം അങ്ങോട്ട് അടിപിടിയായിട്ട് കേസ് പോകുന്നത്. ഇതാണ് അവിടെ പറയുന്ന രംഗം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, റോമ 16:20 എല്ലാവരും ഒന്ന് പഠിക്കണം കേട്ടോ. നമ്മൾ സാത്താനെ ചതയ്ക്കാൻ പോവാ. നമുക്ക് അങ്ങനെ ശക്തിയൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ, പിശാചിനേക്കാൾ വലിയതാ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ളവൻ നമ്മളിലൂടെ അങ്ങ് ചെയ്തോളും. നമ്മൾ അതിന് അവൈലബിൾ ആയിട്ടിരുന്നാൽ മതി, പാപത്തിൽ വീഴാതെ അവൈലബിൾ ആയിട്ടിരിക്കുക. 16:20 ഒന്ന് വായിച്ചത് വാസനെ. റോമ 16:20 ഒന്ന് വായിച്ചേ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. കേട്ടിയോ? ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം ചെയ്യുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുക. ലോകത്തുള്ള പിശാചിനെ നമ്മുടെ കാൽ കീഴിൽ ചതച്ചു കളയും.
ഹല്ലേലൂയ. അതിനാണ് കൃപ ആവശ്യമായിട്ടിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ മറഞ്ഞു കിടന്ന സംഭവം. ഇതൊക്കെ ഗുപ്തനിധികളാണ്. ഇത് പിശാചോ അവന്റെ ആളുകളോ നമ്മൾ അറിയാൻ അനുവദിക്കത്തില്ല. സഭ അറിയാൻ അനുവദിക്കത്തില്ല. അവരാഗ്രഹിക്കുന്നത് നമ്മള് എന്താ പറയാ, പിശാചിനാൽ പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു സുവിശേഷമുണ്ട്. അതായത് ഫറവോ പെർമിറ്റ് ചെയ്ത ഒരു ആരാധനയുണ്ട്. നമുക്ക് പുറപ്പാട് പുസ്തകം വായിച്ചു നോക്കുമ്പോ 8-ാം അധ്യായം വായിച്ചു നോക്കുമ്പോ അറിയാം, ഫറവോ പറയുന്ന രംഗമുണ്ട്. ഇതാ, നിങ്ങൾ ആരാധിച്ചോ നിങ്ങളുടെ ദൈവത്തെ, പക്ഷേ ഇവിടെ തന്നെ വേണം ആരാധിക്കാൻ. ഇവിടെ ലോകത്തുനിന്ന്, ഈജിപ്തിൽ നിന്ന് പോകരുത്. വീണ്ടും പറയാണ്, ഒരു 3 ദിവസത്തെ വഴി നടന്നിട്ട് ആരാധിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയുള്ളതല്ല ദൈവിക ആരാധന. നമ്മൾ ഈജിപ്തിൽ നിന്ന് പോവുകയാ. ഈജിപ്ത് ലോകമാണ്. ലോകത്തിൽ നിന്ന് മോശ അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്നു കനാനിലേക്ക്. ഇവിടെ മോശയ്ക്ക് പകരം ക്രിസ്തു നമ്മളെ ലോകത്ത് നിന്ന് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് ദൈവരാജ്യത്തിലേക്ക്. എന്നാൽ ഫറവോ പറയുന്നു, നീ ആരാധിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ തന്നെ ആയിരിക്കണം, ഈജിപ്തിൽ തന്നെ ആയിരിക്കണം. നീ ഇവിടുന്ന് ഇച്ചിരി ദൂരെ പോകുമ്പോൾ അധികമൊന്നും പോകരുത്. അത് പിശാചിനാൽ പെർമിറ്റ് ചെയ്യപ്പെട്ട ക്രിസ്ത്യാനിത്വമാണ്. അതല്ല മോശയിലൂടെ നടത്തുന്നത്, അതല്ല ക്രിസ്തുവിലൂടെ നടത്തുന്നത്. ക്രിസ്തു പറയാണ് 25-ലധികം പ്രാവശ്യം 4 സുവിശേഷങ്ങളിൽ എന്നെ അനുഗമിക്കുക. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തോടും പറയാൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ അനുഗമിക്കുക. മോശ ചെങ്കടലിൽ ഇതാ വടി നീട്ടി ചെങ്കടൽ വിഭജിക്കുന്നത് അസാധ്യമാണ്, വഴിയുണ്ടാകുന്നത് അസാധ്യമാണ്. എന്നാൽ അതിലൂടെ അസാധ്യത്തെ ദൈവത്തിന്റെ കൽപ്പനയാൽ തന്റെ വടി നീട്ടി ഒരു വഴി തുറന്ന് മോശ മുമ്പേ നടന്നിട്ട് ജനത്തോട് പറഞ്ഞു, ഫോളോ മീ, ഒപ്പം നടക്കാതെ പറയണേ, എന്റെ ഒപ്പം കേറുക അപ്പുറത്തേക്ക്. ഇതുപോലെ യേശു ക്രിസ്തു ചെങ്കടലിലൂടെ അല്ല വഴി ഉണ്ടാക്കിയത്, അതിനും അപ്പുറം ആ വഴി ഉണ്ടാക്കിയേ. യേശു ക്രിസ്തു 3.5 വർഷം ഈ സുവിശേഷം നമ്മളോട് പറഞ്ഞിട്ട് കാൽവരി ക്രൂശിൽ വടിയല്ല നീട്ടിയത്, തന്റെ ദേഹം എന്ന തിരശീല തന്നെ അങ്ങ് നീട്ടിയിട്ട് അതിലൂടെ ജീവനുള്ള പുതിയ വഴി തുറന്നു. ചെങ്കടലിലൂടെ അല്ല, ലോകത്തുനിന്ന് ദൈവരാജ്യത്തിലേക്ക്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. എന്നാൽ ഫറവോ ഇപ്പുറത്ത് പറയാ, ഇവിടെ ഇന്ന് ആരാധിച്ചോളാം, ലോകത്ത് നിന്ന് അങ്ങ് ആരാധിച്ചാൽ മതി, ലോകത്ത് നിന്ന് ആരാധിച്ചാൽ മതി, പോകണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ ദൈവദാസന്മാരെ, സഹോദരന്മാരെ, ഫോളോ, അനുഗമനം. യേശുവെ അനുഗമനം ഇല്ലാത്ത സുവിശേഷം ക്രിസ്തുവിന്റെ അല്ല. അനുഗമനം, അനുഗമനം, അനുഗമനം. ആ അനുഗമനത്തിലൂടെയാണ് നമ്മൾ ലൊക്കേഷൻ മാറുന്നത്, ലോകത്തെ ദൈവരാജ്യത്തിലേക്ക്. മോശയുടെ കേസിൽ ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് തിരിച്ചറിയുക. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നും നമ്മൾ അറിയാൻ അനുവദിക്കത്തില്ല. ആര്? നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള കെരൂബ് വർഗ്ഗങ്ങൾ, പിശാചും കൂട്ടരും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവര് എന്ത് തടയും? ഇതാ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി ദൈവദൂതൻ മുകളിൽ താഴേക്ക് വരികയാ. പാർസി രാജ്യത്തിന്റെ പ്രഭു ബ്ലോക്ക് ചെയ്യാവനെ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, എനിമി നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയവൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അങ്ങനെ വേണം പ്രവർത്തിക്കാൻ. അല്ലാതെ നമ്മൾ ഈ കാണുന്ന കാഴ്ചപ്രകാരം അല്ല നീങ്ങേണ്ടത്. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ 1-ാം കുടിയാന്റെ ശിക്ഷ വിധി കഴിഞ്ഞു, വിധി നടപ്പിലാക്കേണ്ടത് പുതിയ കുടിയാനാണ്. അതാണ് നമ്മളിപ്പോ കേട്ടത്. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താൻ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. ഇനി പിശാചി ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യേശുക്രിസ്തു ഇവിടെ വന്നപ്പോ യേശുക്രിസ്തു ഒരു കടൽ യാത്ര, ഒരു കായൽ യാത്ര നടത്തുകയാണ്. ഈ യാത്രയുടെ ഇടയില് ഗദരദേശം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോ 2 ഭൂതങ്ങൾ വരികയാണ്. അവരും യേശുവായിട്ട് ഡിസ്കഷൻ, നമ്മളിപ്പോ ഡിസ്കഷൻ സാജുന്റെ ചാനലിൽ ഡിസ്കഷൻ വെച്ചതുകൊണ്ട് യേശുവായിട്ട് ഡിസ്കഷൻ. അവരുടെ ഡിസ്കഷൻ എന്താണെന്നറിയാമോ? യേശുവേ, ഇപ്പൊ നമ്മുടെ ഡിസ്കഷൻ എന്തുവാ? പിശാചിന്റെ ശിക്ഷാവിധി ദൈവം എങ്ങനെയാണ് നമ്മളോട് മനുഷ്യരോട് ചെയ്തെടുക്കുന്നത്. അവരുടെ ഡിസ്കഷൻ ഇതായിരുന്നു, യേശുവേ, നീ സമയത്തിന് മുമ്പ് ഞങ്ങളെ ശിക്ഷിക്കാൻ, ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ എന്തിനാ വന്നേ? നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നെങ്കിലും. അപ്പൊ പിശാചികൾക്ക് അറിയാം എന്തുണ്ടെന്ന്. ഞങ്ങൾക്കൊരു ശിക്ഷാവിധി ഓൾറെഡി വിധിച്ചു കഴിഞ്ഞു എന്നും ആ വിധി നടപ്പിലാക്കാൻ ഒരു സമയം ഉണ്ടെന്നും ആ സമയം ഇതുവരെ ആയിട്ടില്ല എന്നും, എന്നാൽ അതിനു മുമ്പ് ദൈവപുത്രനായ ക്രിസ്തു വന്ന് സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നേക്കുവാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരെ യേശുവിനോട് അങ്ങനെ സംസാരിക്കുന്നത്. കേട്ടിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കുക, പിശാചിന്റെ ശിക്ഷാ വിധി ഓൾറെഡി കഴിഞ്ഞു, വിധി നടപ്പിലായിട്ടില്ല. ഇതാണ് 1 തിമോത്തി 3:6 പറയുന്നത്. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ, വരാൻ പോണ ശിക്ഷാവിധിയല്ല, വന്ന ശിക്ഷാവിധിയിൽ വീഴാതിരുപ്പാൻ
പുതിയ ശിഷ്യന്മാരുടെ കയ്യിലേക്ക് ശുശ്രൂഷ ഏൽപ്പിക്കരുത്. പെട്ടെന്ന് ആദ്യം അവർ പരീക്ഷിക്കണം, കൊള്ളാവുന്നതിനെ തെളിയണം. അല്ലെങ്കിൽ പിശാചിന് വന്നതുപോലെ അവനും വരും. അവൻ നിഗളം കയറി പ്രശ്നമാകും. അപ്പോ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. പിശാചിന്റെ ശിക്ഷ വിധി കഴിഞ്ഞു, വിധി നടപ്പിലാക്കേണ്ടത് ഞാനും നിങ്ങളും. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വചനഭാഗം വായിക്കാം. ഇതാ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വന്നേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. ഓ ഫാദർ വി താങ്ക് യു. ഓ ലോർഡ് ഐ ലവ്. ഇതാ യേശു കാട്ടിൽ കിടന്ന് ശാന്തമാക്കുന്ന രംഗം നമുക്ക് കാണാം. 8-ന്റെ 27 മുതൽ വായിച്ചു. 27, 28, 29. എന്നാറേ ആ മനുഷ്യൻ അതിശയിച്ചു. 26 വായിക്കണോ? വേണ്ട. എന്നാറേ ആ മനുഷ്യൻ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അക്കരെ ഗദനേരുടെ ദേശത്ത് എത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ടു എതിരെ വന്നു. അവർ അത്യുഗ്രന്മാരായതുകൊണ്ട് ആർക്കും വഴി നടന്നുകൂടാഞ്ഞു. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം എന്ന് അപേക്ഷിച്ചു. എന്ന് അവൻ അവരോട് പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോ കാറ്റും കടലും ശാന്തമാക്കിയതിനു ശേഷം ഗദരദേശത്ത് എത്തിയപ്പോ ഗദരദേശത്തെ 2 ഭൂതഗ്രസ്തർ യേശുവോട് പറയുന്ന രംഗമാണ് ശ്രദ്ധിക്കുക. അവർ നിലവിളിച്ചു. അതായത് അവർ നിലവിളിക്കുകയാണ്, ദൈവപുത്ര. അപ്പോ പിശാചിക്കൊക്കെ അറിയാം ഈ നിൽക്കണത് ആരാന്ന്. ഇത് വെറും മനുഷ്യനല്ല, തച്ചന്റെ മകനല്ല. ആരാണ്? ആത്മലോകത്ത് പരിചയമുള്ള ആളാണ്. ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഇനിയാണ് നമ്മുടെ പോയിന്റ്. സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറയും. ശ്രദ്ധിക്കുക, സമയത്തിനു മുൻപേ. അപ്പൊ പിശാചിക്ക് അറിയാം, എന്തറിയാം? ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഒരു സമയമുണ്ട് എന്ന് ആർക്കറിയാം? പിശാചിനും കൂട്ടർക്കും അറിയാം. ഞങ്ങളുടെ വിധി ഓൾറെഡി കഴിഞ്ഞു കിടക്കുകയാണ്. ഇനി ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഒരു സമയമുണ്ട് എന്ന് പിശാചിനും കൂട്ടർക്ക് അറിയാം. അതിന്റെ സമയം ആയിട്ടില്ലെന്നും അവർക്കറിയാം. എപ്പോ? 2000 വർഷം മുമ്പ് യേശു വന്ന സമയത്ത്. പക്ഷെ ഇപ്പോ അതിന്റെ സമയം ആയി കിടക്കുകയാണ്. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോ ദൈവത്തിന്റെ വചനം പറയാണ്, സാത്താൻ തനിക്ക് ഇനി അല്പസമയമേ ഉള്ളൂ എന്നറിഞ്ഞ്. അപ്പൊ യേശുക്രിസ്തു വന്ന സമയത്ത് ഭൂതങ്ങൾ പറയാണ്, ഞങ്ങൾക്ക് സമയം ഉണ്ടല്ലോ, സമയം ആയിട്ടില്ലല്ലോ ദണ്ഡിപ്പിക്കാൻ, പിന്നെ എന്തിനാ നീ നേരത്തെ ഇങ്ങോട്ട് വന്നേക്കണേ എന്നാ ചോദിക്കണേ. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ അത് അന്ത്യകാല സംഭവങ്ങളാണല്ലോ. അവിടെ വെച്ച് പറയുകയാണ്, ഇതാ ഇനി തനിക്ക് അല്പസമയമേ ഉള്ളൂ എന്നറിഞ്ഞ് സാത്താൻ അതീവ കോപത്തോടെ ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അവന് പെർമിഷൻ കിട്ടുക ആ സമയത്ത്. ആന്റി ക്രൈസ്റ്റിന്റെ ബോഡിയിൽ പ്രവർത്തിക്കുവാൻ പിശാചിന് പെർമിഷൻ കിട്ടുന്ന സമയമാണ്. ഹല്ലേലൂയ. പെർമിഷൻ കിട്ടാതെ ഈ ലോകത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, ഇപ്പൊ തങ്ങളെ അനുവദിച്ചേക്കുന്നത് ആകാശത്തിന്റെ മണ്ഡലത്തിൽ ആത്മരൂപത്തിൽ മാത്രമേ ഉള്ളൂ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ അവർ മാറിയാൽ അവർക്ക് ശിക്ഷയുണ്ട്. അപ്പോ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ആ പെർമിഷന്റെ അടിസ്ഥാനത്തിലാണ് 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും, ഒരു ലിമിറ്റഡ് പീരീഡ്. അപ്പൊ ആ ഒരു പീരീഡിൽ അതീവ ക്രോധത്തോടെ ഇറങ്ങി വരികയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഓ ലോർഡ് ഐ ലവ് യു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് അതിന്റെ 12-ന്റെ വായിക്കുമ്പോ നമുക്ക് കാണാൻ പറ്റും, പിശാച് ഇവിടെ സമയത്തെ കുറിച്ച് പറയുന്നു. പിശാചിനെ കുറിച്ച് പറയുമ്പോ സമയത്തെ കുറിച്ച് പറയുക. വായിച്ചു 12-ന്റെ. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, 12-ന്റെ 12 പറയാം. 12-ന്റെ 12.
അവന്റെ 12:12. വേറിപ്പോ വായിച്ചത് 12:12 വായിക്കുക. 12:12. ഉള്ളോരെ ആനന്ദിപ്പീൻ, ഭൂമിക്കും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന്. ശ്രദ്ധിച്ച്, ഇവിടെ നമ്മുടെ പോയിന്റ് അല്പസമയം പിശാചിനുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അല്പസമയമേ ഉള്ളവന് അറിയിച്ചിരിക്കുകയാണ്. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പേൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. കാരണം യേശു ക്രിസ്തു പ്രവചിച്ച ആ പീരീഡ് വരികയാണ്. ആർക്കും രാത്രി വരില്ല. ലോകാരംഭം മുതൽ ഇന്ന് വരെ ഇല്ലാത്തതും ഇനി ഒരിക്കൽ ഇല്ലാത്തതുമായ ഉണ്ടാകാത്തതുമായ പീരീഡ് കയറി വരികയാ. പിശാച് വ്യക്തിപരമായി പെർസോണിഫൈഡ് ആയിട്ട് ഈ ഭൂമിയിലേക്ക് ആന്റിക്രൈസ്റ്റ് രൂപത്തിൽ ഇറങ്ങി വരികയാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പേൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് ശ്രദ്ധിക്കുക, പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞു. മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോ പിശാച് തിരിച്ചറിയാണ് തനിക്ക് ഇനി അല്പസമയം കൂടി ഉള്ളൂ. തന്നെ തീപ്പൊയ്യിലേക്ക് തള്ളുന്ന ശിക്ഷാക്ക് നടപ്പിലാക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ മക്കൾ റെഡിയായി വരികയാണ്. എന്റെ സ്ഥാനത്തേക്ക് എന്നെ റീപ്ലേസ് ചെയ്യുവാൻ റെഡിയായി വരികയാണ് എന്ന് അവനറിയാം. എന്റെ ഏരിയ ഓഫ് മാനേജ്മെന്റിൽ കീഴിൽ പലരും പലയിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലരെയൊക്കെ ഞാൻ ഓൾറെഡി അവരുടെ പെർഫോമൻസ് മനസ്സിലാക്കിയിട്ട് ഓൾറെഡി എന്റെ മനസ്സിൽ അവരെ ഫയർ ചെയ്ത് കഴിഞ്ഞു, അവരുടെ ചീട്ട് കീറി കഴിഞ്ഞു. പക്ഷേ ഞാൻ അവരെ മാറ്റിയിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? അവരുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് ആള് വന്നാൽ ഉടനെ ഞാൻ അവരെ മാറ്റി. ഇത് ദൈവം ഓൾറെഡി പിശാചിനെ ഫയർ ചെയ്ത് കഴിഞ്ഞു. അവന്റെ ശിക്ഷ വിധിയും കഴിഞ്ഞു. ഇനി ദൈവം അവനെ മാറ്റാൻ പോവുക. ഒന്നാം കുടിയാനെ മാറ്റാൻ പോവുക. പുതിയ കുടിയാനെ കൊണ്ട് പുതിയ കുടിയാൻ കയറിയവര് ഇവന്റെ സ്ഥാനത്തെ തട്ടിക്കളയും, ഇവനെ ജയിക്കും. അതോടുകൂടെ അവന്റെ ശിക്ഷ തീപ്പൊയ്യിലേക്ക് നടപ്പിലാകും. പുതിയ കുടിയാന്മാരുടെ കയ്യിൽ തോട്ടം പരമേൽപ്പിക്കും. കിങ്ഡം നമുക്ക് തരാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇതൊക്കെ ദൈവവചനത്തിൽ മറഞ്ഞു കിടക്കുന്ന ഗുപ്തനിധികളാ. ഇത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കണം. പരസ്പരം നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ നമുക്ക് അവിടെ ചെല്ലുമ്പോ അറിയാം. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അല്ലെ? പൂർണ്ണമായത് വരുമ്പോ, ദൈവരാജ്യം വരുമ്പോ നമുക്ക് എല്ലാം അറിയാൻ പറ്റുമല്ലോ. അപ്പോ ഇപ്പോൾ നമ്മൾ അറിയേണ്ടത് ക്രിസ്തുവിൽ ജനിക്കുക, ക്രിസ്തുവിൽ വളരുക, ക്രിസ്തുവാകുന്ന തലയോളം വളരുക, സ്വർഗസ്ഥ പിതാവെങ്കിൽ എത്തിച്ചേരുക. ഇത്ര അറിഞ്ഞ പോരെ? വേറെ എന്തിനുവേണ്ടി തല്ലുപിടിക്കണേ? തല്ലുപിടിച്ച് വാക്കുകൊണ്ട് പാപം നിറയല്ലേ? പാപം നിറയുമ്പോ പിശാചിന് അധികാരമില്ല, നമ്മുടെ ബലം പോയില്ലേ? നിങ്ങൾക്കറിയോ, കർത്താവ് എനിക്ക് ഇന്ന് തന്ന ഒരു ഡെയിലി ബ്രെഡിന്റെ ഒരു ഭാഗം ഇതാണ്. നമ്മളെന്ന് പറയുന്നത്, അതായത് പാപം, ലോകസ്നേഹം, ജഡചിന്ത നമ്മളെ മൂർച്ചയില്ലാത്ത കോടാലിയാണ്. നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നല്ലാണ്ട് മരം മുറിയില്ല. പക്ഷേ പാപത്തിൽ നിന്ന് വേർപെട്ട് യേശു ക്രിസ്തുവിനെ ഒന്ന് അനുഗമിച്ചു നോക്കിയേ, നല്ല മൂർച്ചയുള്ള കോടാലിയായി മാറും. ഇതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം പറയുന്നത്. കോടാലിക്ക് മൂർച്ചയില്ല എങ്കിൽ അതിന് അധികം ബലം പ്രയോഗിക്കേണ്ടി വരും. ശരിക്കും വേർക്കും, പക്ഷെ കാര്യം നടക്കൂല. ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു ഗുണമില്ല. കാരണം മൂർച്ച ഒന്ന് കൂടി നോക്കിയേ, 2-3 വെട്ടിന് മരം താഴെ വീഴും. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, പിശാചിനെ അറിയാം തന്റെ ശിക്ഷാവിധി നടക്കാൻ പോവുകയാണെന്ന്. അതുകൊണ്ടാണ് 1 തിമോത്തി 3:6 പറയുന്നത്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി, ഒരു ശിക്ഷാവിധി കഴിഞ്ഞു, ശിക്ഷാവിധിയിൽ വീഴാതിരിപ്പാൻ പുതിയ ശിഷ്യനും ആരും. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാൻ ചിന്തിക്കുന്നു. ഇനി എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഈ ആദ്യത്തെ 2 ഭൂമിയുണ്ടോ? ദൈവം തന്റെ വചനത്താൽ ഉളവാക്കിയ ഭൂമി, അല്ലെ? ഈ ഭൂമി തന്നെയാണ് ഈ ഭൂമി. ഇത് രണ്ടും ഒന്നാമത്തെ ഭൂമിയാണ്. ഇതാണ് ഈ കാണുന്ന ഭൂമിയാണ് പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ ഭൂമി. ഇനി ഈ 2 ഭൂമിയിൽ നമുക്ക് കാണാം
ഈ രണ്ട് ഭൂമിയിൽ ഏദനുണ്ട്. ഏദൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിലെ ഏദനിലാണ് കെരൂബുകളെ, അതായത് പിശാച് വർഗത്തെ നിർത്തിയിരുന്നത്. അതേ ഏദനിൽ തന്നെയാണ് ഇവിടെ ആദത്തെ നിർത്തിയിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആദത്തിന്റെ വർഗമായ ഈ പുതിയ കുടിയാനാണ് ഈ ഒന്നാം കുടിയാനെ ഭസ്മമാക്കേണ്ടത്, ഇല്ലാതെയാക്കേണ്ടത്. ഇതാണ് ശിക്ഷാവിധി. കഴിഞ്ഞ സന്ദേശത്തിൽ അതൊന്ന് വ്യക്തതയോടെ പറഞ്ഞു. വായിച്ച് അവിടെയാണ് നിർത്തിയത്. ഓർക്കുന്നുണ്ടോ? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ അതിന്റെ 12-13 മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ കെരൂബ് വർഗത്തെ ദൈവം നിർത്തിയിരുന്നത് ഏദനിലായിരുന്നു. അതിന്റെ 12 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഒരു പ്രഭുവിനെ കുറിച്ചും 12 മുതൽ വായിക്കുമ്പോൾ ഒരു രാജാവിനെ കുറിച്ചും. ആ രാജാവ് സ്പിരിച്വൽ ആണ്. 1 മുതൽ വായിക്കുന്ന വ്യക്തി മനുഷ്യനാണ്. ഇവിടെ അതിന്റെ 12 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യനെ കുറിച്ചല്ല, കെരൂബിനെ കുറിച്ചാണ്. 12 മുതൽ ഒന്ന് വായിച്ചേ ബ്രദറെ. എസെക്കിയേൽ 28-ന്റെ 12 മുതൽ താഴെ. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യപൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല, നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നി മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ അത് നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുവാരത്തിന്റെ കൊണ്ടും നീ നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്റെ മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. ജാതികൾ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ നാം മനസ്സിലാക്കാൻ പോവാണ്. ഈ ഒന്നാമത്തെ ഭൂമിയിൽ ആണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഒന്നാമത്തെ ഭൂമിയിലാണ് നടക്കുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭൂമി ഉണ്ടാക്കുന്ന സമയത്ത് ദൂതവർഗം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചാൽ മതി. ഈ ദൂതവർഗത്തെയാണ് ദൈവപുത്രന്മാരെന്ന് വിളിച്ചത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം. നമ്മളുടെ പപ്പ നമുക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കിയാൽ നമ്മൾ സന്തോഷിച്ച ആർക്കത്തില്ലേ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയാണ്, ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ദൈവം ഇയ്യോബിനോട് ചോദിക്കുകയാണ്, ഇയ്യോബ് മനുഷ്യ നീ എവിടെയായിരുന്നു? അന്ന് ദൈവപുത്രന്മാർ സന്തോഷിച്ച് ആനന്ദിച്ച സമയത്ത്, പ്രഭാത നക്ഷത്രങ്ങളൊക്കെ അന്ന് സന്തോഷിച്ച് ഉല്ലസിച്ച സമയത്ത്, മനുഷ്യ നീ എവിടെയായിരുന്നു? അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ആരുണ്ട്? ദൈവപുത്രന്മാരുണ്ട്. ഈ ഒരു രംഗം നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് നല്ലത്. നമുക്ക് ആ ഭാഗം ഒന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു മേഖല ആയതുകൊണ്ട്, ഓ ഫാദർ വി താങ്ക് യു. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം. ഓ ലോർഡ് ആൻഡ് ലോർഡ്. അതിന്റെ 3 മുതൽ അതിന്റെ 7 വരെ, 3 മുതൽ 7 വരെ. നീ പുരുഷനെ പോലെ അരമുറുകിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, നീ എന്നോട് ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. അതിന്റെ അളവ് നിയമിച്ചവനാർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും
ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവനാർ? ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ ദൈവം യോബിനോട് ചോദിക്കുകയാണ്, ഞാൻ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ട സമയത്ത്, ദൈവം ആദിയിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുന്ന സമയമുണ്ടല്ലോ, ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ട സമയത്ത് യോബെ മനുഷ്യ നീ എവിടെയായിരുന്നു? അന്ന് പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും വലിയ ഒരു ആരാധന നമുക്ക് വേണമെങ്കിൽ കാണാൻ, ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ച് ആർക്കുകയും ചെയ്തപ്പോൾ, അപ്പോ അന്ന് നീ എവിടെയായിരുന്നു? അപ്പോ അന്ന് ഈ കൂട്ടർക്ക് വേണ്ടിയാണ് ഇവിടെ ഈ സംഭവം ഉണ്ടാക്കുന്നത്. ദൈവം ഒന്നും വെറുതെ ഉണ്ടാക്കുന്നത്, എല്ലാം പാർപ്പിനായിട്ടാണ് ഉണ്ടാക്കിയത്. ഭൂമിയെ വ്യർത്ഥമായിട്ടല്ല, പാർപ്പിനായിട്ട് അതിനെ ഉണ്ടാക്കിയത്. എന്നിട്ട് ഇവിടെ താമസിപ്പിച്ചിരുന്നത് കെരൂബിനെയാണ്. അതാണ് എസെക്കിയേൽ 28 നമ്മളിപ്പോ വായിച്ചത്. എസെക്കിയേൽ 28 നാം വായിക്കാനായിട്ടിടയായി. അതിന്റെ 12 മുതൽ താഴേക്ക് നമ്മൾ വായിച്ചല്ലോ. അവിടെ പറയാണ്, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. ആര്? അതിന്റെ 13-ാം വാക്യം പറയാണ്, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. പിന്നെ അവനെ ഉണ്ടാക്കിയ രത്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയാണ്, നീ ആരാന്നറിയാമോ? നീ മനുഷ്യനല്ല, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന ദൂതന, കെരൂബാണ്. അപ്പൊ ഈ കെരൂബിനെയാണ് ഈ ഇവിടുത്തെ ഏദനിലാക്കിയിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതേ ഭൂമി തന്നെയാണ് ഈ ഭൂമി. ഈ ഭൂമിയാണ് ദൈവം വെള്ളം കൊണ്ട് നശിപ്പിച്ചത്. പാഴ് ശൂന്യമായി ഇരുന്ന അവസ്ഥയിൽ നിന്നാണ് വെള്ളത്തെ രണ്ട് ഭാഗത്തെ, അത് വെള്ളം കാണിക്കുന്ന ന്യായവിധിയാ, രണ്ട് ഭാഗത്തേക്ക് മാറ്റി താഴെയുള്ള വെള്ളത്തെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അതിനെ സമുദ്രം എന്ന് പേരിട്ടു. പൊങ്ങി വന്നതിനെ കര എന്നും ഭൂമി എന്നും പേരിട്ടു. എന്നിട്ട് ആ ഭൂമിയിലാണ് മനുഷ്യരെ, എവിടെ? ആ ഭൂമിയിൽ ഈ കെരൂബിനെ വെച്ച സെയിം ഏദനിൽ തന്നെ വ്യക്തമായി പറയാണ്, കിഴക്ക് ഏദനിൽ ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി, താൻ ഉണ്ടാക്കിയ മനുഷ്യനെ അവിടെ ആക്കി. അപ്പൊ മനുഷ്യൻ അവിടെ ആകുന്നതിന് മുമ്പ് ആരവിടെ ഉണ്ടായിരുന്നു? കെരൂബ് അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? തുടർന്ന് മനുഷ്യനെ അവിടെ ആക്കാണ്. ഇതാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത്. ഇനി അതിന്റെ 8-ാം വാക്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. 7-ഉം 8-ഉം കൂടി വായിച്ച് ദേവാസന. 7-ഉം 8-ഉം. ഉൽപ്പത്തി 2-ന്റെ 7-ഉം 8-ഉം. യഹോവയായ ദൈവം കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. അവിടെ പറയും, യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനുണ്ടാക്കി കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. അപ്പോ പുതിയതായിട്ട് ഏദൻ ഉണ്ടാക്കി എന്നല്ല പറയണേ, ഏദൻ ഓൾറെഡി ഉണ്ട്. കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി, താൻ ഉണ്ടാക്കിയ മനുഷ്യനെ അവിടെ ആക്കി. അപ്പൊ ഈ ഏദനിൽ നേരത്തെ ആരായിരുന്നു? ഏദനിൽ നേരത്തെ കെരൂബായിരുന്നു. അതാണ് 1-ാം കുടിയൻ. അതേ ഏദത്തിൽ ഇപ്പോ ആ ഏദനിൽ ഇപ്പോ മനുഷ്യൻ കയറി. മനസ്സിലായോ? മനുഷ്യൻ കയറി. ഇനി ഈ മനുഷ്യനാണ് പുതിയ കുടിയൻ. അപ്പൊ പഴയ കുടിയാൻ എങ്ങോട്ട് വിട്ടു? അവന്റെ നേരെ ആകാശത്തിലേക്ക് വിട്ടു. ആകാശത്തിന്റെ അധികാരിയായിട്ട് അവിടെ കിടക്കുകയാണ്. ഇതാണ് കഴിഞ്ഞ സമയത്ത് നമ്മൾ മനസ്സിലാക്കി. 2-ാം ദിവസം ദൈവം ഇതാ അവിടെ ആകാശം വിധാനം ഉണ്ടാക്കി. പക്ഷെ ദൈവം അത് നല്ലതെന്ന് കാണുന്നില്ല. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിശാചും കൂട്ടരെ അവിടെ തമ്പടിപ്പിച്ചിരിക്കുകയാണ് ദൈവം. അതുകൊണ്ട് ആകാശത്തിന്റെ അധികാരി അവിടെ ഓൾറെഡി ശിക്ഷ വിധിക്കപ്പെട്ടവനാണ്. അതിനെ ദൈവം നല്ലതെന്ന് കാണുന്നില്ല. നിങ്ങളെല്ലാം വായിച്ചു നോക്കിയാൽ കഴിഞ്ഞ സന്ദേശം നമ്മൾ ചിന്തിച്ചതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല എങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകാം. ഓ ഫാദർ വി താങ്ക് യു, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6
7-8 അത്ര വായിച്ചാൽ മതി. 6-7-8 കേട്ടോ. അതിന്റെ അപ്പുറം അടുത്ത ദിവസത്തേക്ക് പോവാണ്. 2-ാം ദിവസത്തെ കാര്യം വായിക്കണേ. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിയുമാറാകട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ഈ ദിവസം മാത്രം ദൈവം പറഞ്ഞു നല്ലതെന്ന് കണ്ടില്ല. ബാക്കി എല്ലാ ദിവസവും നോക്കിയോ നല്ലത് 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 എന്ന് ദൈവം കാണുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇനി നമുക്ക് നോക്കാം. ഈ ആകാശത്തിന്റെ ഈ ഒരു പർട്ടിക്കുലർ രംഗമാണ് ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോ ഞങ്ങളുടെ സാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഭാഗം അദ്ദേഹത്തിന്റെ ഒരു ചിന്തയാണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ഇതേ സംഭവം തന്നെയാണ് നമുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആകാശത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു എന്ന് പറയുന്നത്. ആകാശത്തിന്റെ അധികാരം അതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനെ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനും അനുസരിച്ച് നടന്നു. മനസ്സിലായോ? അപ്പോ നമ്മൾ നേരത്തെ ആകാശത്തിലെ അധികാരം, ഇതിന് നമുക്ക് മുകളിൽ ആകാശമാണ്, ആകാശത്തിലെ അധികാരം, പിശാചിന്റെ അധികാരത്തിന് അനുസരിച്ച് നടന്നു. കിട്ടിയോ? ഹല്ലേലൂയ. ഈ സെറ്റപ്പിനെയാണ് ആകാശത്തിലേക്ക് ആക്കിയിട്ടിരിക്കുന്നത്. അവന് ഭൂമിയിലേക്ക് വരണമെങ്കിൽ പെർമിഷൻ വേണം, ഭൂമിയിലേക്ക് ആണെങ്കിൽ ബോഡി വേണം. ബോഡി കിട്ടാൻ വേണ്ടിയാണ് പലരെയും പിശാച് ബാധ്യതരായിട്ട് കാണുന്നില്ലേ? ബോഡിയിലൂടെ വെളിപ്പെടുന്നത് കണ്ടില്ലേ? ഇതേപോലെ തന്നെയാണ് ദൈവം നമ്മളിലൂടെ വെളിപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മളിലൂടെ വെളിപ്പെടുന്നു, പിശാച് നമ്മളിലൂടെ വെളിപ്പെടുന്നു. അപ്പോ ദൈവം നമ്മളിലൂടെ വെളിപ്പെടുന്നതിന് വേണ്ടി ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട് കൂടെ. പിശാച് നമ്മളിലൂടെ വെളിപ്പെടുത്തുന്ന നമ്മൾ പറയും പിശാച് ബാധ്യത നമ്മൾ പറയും. അപ്പോ ഇവിടെ മനസ്സിലാക്കണം, ഈ നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെ ശത്രുവുണ്ട്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു എപ്പോ പ്രാർത്ഥിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയണത്, പിതാവേ ദുഷ്ടന്റെ കയ്യിൽ ഇവർ അകപ്പെടാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു തന്നു, ഇതാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലും. നമ്മള് പറയുമ്പോ ഉടനെ അതിന്റെ ഇടയിൽ ഒരു വേടാണ്, ദുഷ്പ്രലോഭനം ഇങ്ങനെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടന്റെ കയ്യിൽ നിങ്ങളെ കാത്തുകൊള്ളണമേ. കാരണം നമ്മുടെ തൊട്ട് മുമ്പിൽ പാപം നമ്മുടെ വാതിക്ക കിടക്കുകയാണ്. അതിനെ നാം കീഴടക്കണം. അത് നമ്മളെ കീഴടക്കരുത്. കാരണം അവന്റെ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകരുത്. നമ്മുടെ ഉള്ളിൽ അത്യുന്നതനായ ദൈവമായിരിക്കണം ക്രിസ്തുവിലൂടെ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. സ്വർഗീയ പിതാവിനോടും തന്റെ പുത്രനോടുള്ള കൂട്ടായ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ ജയിക്കാൻ പറ്റൂ. അത് വ്യക്തതയോടെ മനസ്സിലാക്കുക. നമ്മൾ ജയിക്കുകയല്ല, ദൈവം നമ്മളെ ജയിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് റോമ 16:20 പറയുന്നത്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിലേക്ക് ചതച്ചു കളയും. പക്ഷെ നമ്മൾ താഴ്മയോടെ നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കൃപ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ താഴ്മയുള്ളവർക്ക് ദൈവം അധിക കൃപ കൊടുക്കുന്നു. അപ്പോ ഇനി മനസ്സിലാക്കുക, ഇനി ഈ കാണുന്ന 2 സ്ട്രക്ചറും പോയിട്ട് ഈ നീതി വസിക്കുന്ന ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും മാത്രമാകും. ബാക്കിയൊക്കെ ഒന്നാമത്തേത് ഒഴിഞ്ഞു പോകും. ദൈവ സകലത്തെയും പുതിയതാക്കുക. അപ്പൊ ഈ ഒരു മണ്ഡലത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വരുന്നത്. ഇനി പിശാചിന്റെ ശിക്ഷ, അതാണ് എസെക്കിയേൽ 12 താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നത്. ദൈവം പറയാണ്, ഈ കെരൂബിനോട് പറയാണ്, ഞാൻ നിന്റെ മധ്യേ നിന്നൊരു തീ പുറപ്പെടുവിക്കും. ആ തീയാണ് പുതിയ കുടിയ മനുഷ്യൻ. അത് നിന്നെ ഭസ്മമാക്കിക്കളെ. നമ്മൾ വേണം പിശാചിനെ ഇല്ലാതെയാക്കാൻ. അവനെ ഇല്ലാതെയാക്കാൻ, അവന്റെ തീപ്പൊയ്കയിലേക്കുള്ള ശിക്ഷ നിറവേറ്റാൻ പോവാ, അവനെ തോപ്പിച്ചുകൊണ്ട്. ഇതാണ് എസെക്കിയേൽ 28 ഇപ്പോ ദേവാസം വായിച്ച ആ ഭാഗം ഞാൻ വീണ്ടും വായിക്കാം. അപ്പോ നിങ്ങൾക്ക് ആ കാര്യം കുറെ കൂടെ മനസ്സിലാവും. എന്നിട്ട് നമ്മളുടെ ഈ ലൈഫ് അസൈൻമെന്റ്, പിശാചിനെ തോൽപ്പിക്കുവാനുള്ള ഈ ലൈഫ് അസൈൻമെന്റ് നമ്മള് മനസ്സിലാക്കുക. അവിടെ അതിന്റെ 17ഉം 18ഉം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം, കെരൂബിനോടാണ്ട് പറയുന്നത് കേട്ടോ, നിന്റെ പ്രഭ നിമിത്തം നിന്റെ ജ്ഞാനത്തെ വഷളാക്കി, ഞാൻ നിന്നെ നിലത്തിട്ടു തള്ളിക്കളഞ്ഞു. അവന്റെ സ്ഥാനത്ത് ഞാൻ ഔട്ടായി.
ഇനി രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്ക വണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ട് നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ശിക്ഷ പറയാൻ പോവാട്ടോ. ജഡ്ജി വെർഡിക്റ്റ് വിടുകയാണ്. ഇതെല്ലാമാണ് നിന്റെ പേരുള്ള കുറ്റപത്രം. ഇനി ജഡ്ജിമെന്റ് വരിക. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ദഹിപ്പിച്ച് കളയും. നിന്നെ കാണുന്ന ഏവരുടെ മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. മനസ്സിലായോ? നിന്നെ ഇല്ലാതാക്കി കളയും. നിന്നെ ഞാൻ ഇല്ലാതാക്കി കളയും. പിശാചിനെ ഇല്ലാതാക്കി കളയാൻ തീപ്പൊയിലേക്ക് തട്ടാൻ പോവാണ്. ആര്? ദൈവം ഏദനിൽ ഒരുക്കിയ പുതിയ കുടിയാനായ മനുഷ്യൻ. ഇതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യൻ വേണം പിശാചിനെ തോൽപ്പിക്കാൻ. അതിനുള്ള എല്ലാ സഹായവും സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. നിന്റെ അകൃത്യം അവിടെ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന്, അതായത് നിന്നെ നിർത്തിയത് ഏദനിലാണ്, അതേ ഏദനിൽ നിന്ന് ഞാനൊരു തീ പുറപ്പെടുവിക്കും. അങ്ങനെ ഏദനിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ച തീയാണ് മനുഷ്യൻ. നിന്നെ ഭസ്മമാക്കി കളയും. പക്ഷെ ഏദനിൽ നിന്ന് ആദത്തെ ദൈവം പുറപ്പെടുവിപ്പിച്ചപ്പോ തന്നെ പിശാച് ഏദനിൽ കയറി ആദത്തെ വഞ്ചിച്ചു, ആദത്തെ തോൽപ്പിച്ചു. അങ്ങനെ പിശാച് അവിടെ ജയിച്ചു 1-0. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട 1-0. ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇനി ഇവിടെയാണ് യേശുക്രിസ്തു വന്ന് പിശാചിനെ ജയിക്കുന്നത്. യേശുക്രിസ്തു വന്ന് പിശാചിനെ ജയിക്കുന്ന രംഗമാണ് നമുക്ക് കാൽവരി ക്രൂശിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ പിശാചിനെ വെറും മരമണ്ടനാക്കി, ദൈവത്തിന്റെ ജ്ഞാനം അവനെ വെറും മരമണ്ടനാക്കി യേശു ക്രിസ്തുവിലൂടെ പിശാചിനെ ജയിക്കുകയാണ്. അവിടെ യേശു ജയിച്ചതുപോലെ ഞാനും നിങ്ങൾ ജയിക്കണം. എങ്ങനെയാണ് യേശു ജയിച്ചത്? അനുസരണമുള്ളവനായി, തന്റെ മരണത്തോളം താൻ അനുസരണമുള്ളവനായിട്ടാണ് യേശു ക്രിസ്തു പിശാചിനെ ജയിച്ചത്. ഇതാ കൊളോസ്യ ലേഖനത്തിലും കടന്നു വരുമ്പോ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം. ഓ ഫാദർ വി താങ്ക് യു. അതിന്റെ 13 മുതൽ നമ്മൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായി നിങ്ങളെയും അവൻ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞ്, ശ്രദ്ധിക്കുക, വാഴ്ചകളെയും അധികാരങ്ങളെയും, അതായത് പിശാച് വർഗത്തെ ആയുധ വർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ശ്രദ്ധിക്കുക, പിശാചിനെയും കൂട്ടരെയും യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ജയിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഈ ഒരു രംഗം ഞാൻ നിങ്ങളും മറന്നു പോകരുത്. യേശു എങ്ങനെയാണ് ജയിച്ചത്? യേശു ക്രിസ്തു സ്വർഗീയ പിതാവിനോട് മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. ഈ ഒരു മെത്തേഡ് ഞാനും നിങ്ങളും അവലംബിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, നമുക്കും പിശാചിനെ ജയിക്കുവാനായിട്ട് കഴിയും. ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം. നാം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരാക്കി മാറ്റണം. ഇതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമുക്ക് കാണാൻ കഴിയാവുന്നത് ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 9-ാം വാക്യത്തിൽ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് യേശു പിശാചിനെ ജയിച്ചത്. അവിടെ പറയാണ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഹല്ലേലൂയ. ദൈവം, അതായത് സ്വർഗസ്ഥ പിതാവ്, ക്രിസ്തുവിന്റെ തലയായ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി. എങ്ങനെയാണ് പിശാചിനെ തോൽപ്പിച്ചത്? മുഖേന കാൽവരി ക്രൂശിലാണ് തോൽപ്പിച്ചത്. എങ്ങനെയാണ് തോൽപ്പിച്ചത്? ഒരു ഭാവം തന്നിലുണ്ടായിരുന്നു, താഴ്മ ധരിക്കാനുള്ള ഭാവം. അതുകൊണ്ട് അങ്ങനെ താഴ്മ ധരിച്ചാൽ
നമ്മളെയും ദൈവം അവിടെ ഉയർത്തും. ഇതാണ് അതിന്റെ 5 മുതൽ പറയുന്നത്. ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഈ ഭാവം ഉണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റും. ഈ ഭാവം ഉണ്ടായിരിക്കണം. അതെന്താണ്? താഴ്മ ധരിക്കാനുള്ള ഭാവം, തന്നെത്താൻ താഴ്ത്തുവാനുള്ള ഭാവം. ഇത് നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ അധിക കൃപ ലഭിക്കുകയും നമുക്ക് ദൈവത്തെ അനുസരിക്കുവാൻ അത് ശക്തീകരിക്കുകയും ചെയ്യും. കഷ്ടങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ കടപ്പാൻ നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 5ഉം 9ഉം വായിക്കുമ്പോൾ 9 പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എന്തുകൊണ്ട്? അതിന്റെ സ്റ്റാർട്ടിങ് ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എന്താണത്? അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവപുത്രൻ ദൈവത്തിന്റെ രൂപം തന്നെയാണ്, യാതൊരു സംശയമില്ല. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, ദൈവപുത്രന് ദൈവത്തോട് സമത്വമുണ്ട്. തീർച്ചയായും പിതാവും പുത്രനും ഒരേ ഇമേജിലാണ്. ഇനി ക്രിസ്തുവിൽ നമ്മൾ ജനിക്കുമ്പോൾ അതേ ഇമേജിലാണ് നമ്മളും കൂടി എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇതാണ് എഫേസ്യ ലേഖനം 4:24 പറയുന്നത്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. ഇനി താഴേക്ക് പറയാണ്, യേശുവിന്റെ മനോഭാവം തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോ അനുസരണം വേണമെങ്കിൽ എന്ത് വേണം? തന്നെത്താൻ താഴ്ത്തി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അപ്പോ ഈ ക്രൂശിലെ മരണത്തിലാണ് പിശാചിനെ തോൽപ്പിച്ചത്. പിശാചിനെ തോൽപ്പിച്ചത് ക്രൂശിലെ മരണത്തിലാണ്. എങ്ങനെയാണ്? തന്നെത്താൻ താഴ്ത്തി, ദൈവ കൃപ പ്രാപിച്ചു, താൻ അവിടെ ജയം പ്രാപിക്കാൻ ഇടയായി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തിയെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയ മകനെ, പ്രിയ മകളെ, ദേവദാസനെ അങ്ങേക്ക് ഉയരണമെന്ന് ആഗ്രഹമുണ്ടോ? യേശുവിലുള്ള അതേ മനോഭാവം ഉണ്ടാകട്ടെ. തന്നെത്താൻ താഴ്ത്തുക. ക്രിസ്തയേശുവിലുള്ള അതേ മനോഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ നാം നമ്മുടെ കൊമ്പൊന്നും പിടിച്ചുകൊണ്ടിരിക്കത്തില്ല. തന്നെത്താൻ താഴ്ത്തുവാനായിട്ട് ഇടയാകും. താഴ്മയുള്ളവർക്കോ ദൈവം അധികം കൃപ കൊടുക്കും. അങ്ങനെയാണ് യേശു ക്രിസ്തു തന്റെ മരണം ആസ്വദിച്ചതെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. എബ്രായ ലേഖനം 2:9 പറയുകയാണ്, ദൈവകൃപയാൽ മരണം ആസ്വദിക്കുവാൻ ഇടയായ ക്രിസ്തു. അപ്പൊ ക്രിസ്തു എങ്ങനെയാ മരണം ആസ്വദിച്ചേ? ദൈവകൃപയാൽ. അപ്പൊ താഴ്മയുണ്ടെങ്കിൽ, ക്രിസ്തയേശുവിലുള്ള മനോഭാവം ഉണ്ടെങ്കിൽ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയാണ്. എബ്രായ ലേഖനം 2:9. പ്രതികൂലങ്ങളിലൂടെ കടക്കുമ്പോൾ നമുക്ക് സ്വയമേ ജയിക്കാൻ പറ്റില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത് ദൈവകൃപ വേണം. ദൈവകൃപ വേണമെങ്കിൽ ഞാൻ നമ്മളെ തന്നെ താഴ്ത്തണം. ദൈവമേ, എനിക്ക് പറ്റില്ല ഇതിലൂടെ സ്വയമേ കടന്നു പോകാനായിട്ട്. ഞാനത് തിരിച്ചറിയുന്നു. അങ്ങയുടെ കൃപ എനിക്ക് തരണേ. ഞാൻ ഇവിടെ അശക്തനാ, എന്നാൽ എന്നിലുള്ള അങ്ങയുടെ സാന്നിധ്യം എന്നെ ജയിപ്പിക്കുന്നു. ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. എന്നെ സഹായിക്കണേ എന്ന് നാം നമ്മെ തന്നെ താഴ്ത്തുക. ഇവർ എഴുതിയിരിക്കുകയാണ് എബ്രായ ലേഖനം 2:9. നമ്മൾ എപ്പോഴും ഓർക്കണം ക്രിസ്തുവിന്റെ ആ മനോഭാവം. അവിടെ എഴുതിയിരിക്കുകയാണ്. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചത് വാസന. എബ്രായ ലേഖനം 2:9. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അപ്പോ എങ്ങനെയാ യേശു മരണം ആസ്വദിച്ചത്? അവർ എഴുതിയിരിക്കുന്നു, ദൈവകൃപയാൽ എല്ലാവർക്കും മരണം ആസ്വദിച്ചു. അപ്പോ ഈ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിശാചിനെ ജയിക്കുവാനും ഒക്കെ കഴിയുള്ളൂ. കൃപ വേണമെങ്കിൽ നാം നമ്മെ തന്നെ താഴ്ത്തുവാനായിട്ട് ഒന്നും വായിലൂടെ പറയരുത്, തിന്മയായതൊന്നും പറയരുത്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് സ്ഥാപിക്കാനായിട്ട് ദൈവം ഒന്നും വായിലൂടെ പറയത്തില്ല. ഇതാണ് സത്യം. ഇതിനെ അറിയിക്കുന്നു. വചനപ്രകാരം കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തല്ലി പിടിക്കാനൊന്നും ഞാനില്ല. നമ്മളെപ്പോഴും നമ്മുടെ നാവ് എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കണം. കാരണം അത്യുന്നതന്റെ ആലയമാണ് നമ്മളെന്ന് മനസ്സിലാക്കുക. അശുദ്ധമായാൽ പിശാച് നമ്മളെ ജയിക്കും. നമ്മള് ബൂട്ടില്ലാത്ത കോടാലി പോലെ. അപ്പോ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ പിശാചിനെ ജയിക്കും. അതാണ് ദൈവത്തിന്റെ തീരുമാനം. കാരണം നമ്മൾ ബലഹീനരാണ്. നമ്മൾ അല്പകാല ജീവികളാണ്. നമ്മളെ മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. എന്നാൽ പിശാചും കൂട്ടരും അങ്ങനെയല്ല. പിശാചും കൂട്ടരും നമ്മൾ നേരത്തെ കേട്ടല്ലോ,
ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവരാണ്. ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവരാണ് പിശാച്. അവർ ജ്ഞാനികളാണ്. ഇതാണ് എസെക്കിയേൽ നമ്മൾ 12:28 വായിച്ചപ്പോൾ എഴുതിയിട്ടില്ലേ, നിന്നെ മറച്ചുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ഒരു രഹസ്യവും ഇല്ല എന്ന്. ജ്ഞാനികളും കൂട്ടരാണ് അവർ. എന്നാൽ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവൻ ജ്ഞാനി, അപ്പോൾ തന്നെ ബലവാന്മാരാണ്. നമ്മൾ നേരത്തെ കേട്ടില്ലേ, ദാനിയന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതനെ ആകാശമണ്ഡലത്തിൽ 21 ദിവസം തടഞ്ഞു നിർത്തുവാൻ കഴിവുള്ള പിശാചല്ല, പിശാചിന്റെ കീഴിൽപ്പെട്ട ഒരു ദൂതൻ. ശക്തനല്ലേ? പലപ്പോഴും ഞാൻ പലയിടത്തും പ്രസംഗിച്ച കേൾക്കാറുണ്ട്, പിശാചിന് യാതൊരു ശക്തിയില്ല, യാതൊരു ബലവും ഇല്ല. സത്യമാണ്, ദൈവത്തിന്റെ മുമ്പിൽ അവന് യാതൊരു ശക്തിയില്ല, യാതൊരു ബലവും ഇല്ല. ദൈവം നമ്മുടെ അകത്തുണ്ടോ നമ്മൾ ശക്തനാണ്, ദൈവം നമ്മുടെ അകത്തില്ലയോ നമ്മൾ അവന്റെ മുമ്പിൽ ബലഹീനല്ല. അതുകൊണ്ട് ദൈവം നമ്മുടെ അകത്ത് ഉള്ളവനായി ജീവിപ്പാൻ, ഉള്ളവളായി ജീവിപ്പാൻ, ദൈവത്തോട് ചേർന്ന് പാപരഹിതമായി നടക്കുവാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോ ഈ ഭാഗങ്ങൾ നമ്മൾ കേട്ടു, ഈ ഭാഗങ്ങൾ നാം അനുഭവിച്ചു. ഇനി നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ പിശാചിന്റെ ആ ശിക്ഷാവിധി ദൈവം നമ്മിലൂടെ നടപ്പിലാക്കുന്നതിന്റെ കുറേ കൂടി ഡെപ്ത് നാം മനസ്സിലാക്കാൻ പോവുകയാണ്. ഓ ഫാദർ, വി താങ്ക് യു ലോർഡ്. കാൽവരി ക്രൂശിലാണ് യേശു ക്രിസ്തു പിശാചിനെ ജയിച്ചത് എന്ന് നാം കേട്ടു അല്ലെ? അത് എങ്ങനെയാണ്? ദൈവിക ജ്ഞാനം കൊണ്ടാണ് യേശു ക്രിസ്തു പിശാചിനെ ജയിച്ചത്. ആദം, അതായത് നമ്മുടെ 1-ാം റൗണ്ട്, 2-ാം റൗണ്ട്, 3-ാം റൗണ്ട്, നമ്മളിന്ന് 3-ാം റൗണ്ടിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ കേട്ടല്ലോ, ഏദനിലായിരുന്നു 1-ാം റൗണ്ട്. പഴയ കുടിയാനായ പിശാചും പുതിയ കുടിയനായ മനുഷ്യനും ഏദനിൽ ഏറ്റുമുട്ടി. വിശ്വാസത്തിന്റെ പരിശോധന. ദൈവം തിന്നരുതെന്ന് പറഞ്ഞു, തിന്നാൻ പിശാചു പറഞ്ഞു. നന്മ തിന്മകളെ അതിന് വിഷത്തിന്റെ ഫലം തിന്നരുത് ദൈവം പറഞ്ഞു. പിശാചി ഹവ്വ വഴി വന്നു. സംഘടന ഹവ്വ വഴി വന്നു, ആദത്തെ പ്രേരിപ്പിച്ചു. അങ്ങനെ ലോകത്ത് നിന്ന് ആദം കേട്ടു. ലോകം ആര് പറഞ്ഞത്? പിശാച് പറഞ്ഞു. അങ്ങനെ ആദം പിശാച് പറഞ്ഞത് ഹവ്വയിലൂടെ കേട്ടു, അനുസരിച്ചു. ആദം പിശാചിന്റെ മുമ്പിൽ പരാജിതനായി, 1-0. ഓക്കെ. ഇനി യേശു ക്രിസ്തു വന്നു. ജയിക്കുന്ന മെത്തേഡാ പറയുന്നത്. പത്രോസും ചുറ്റുമുള്ളവരും ഒക്കെ യേശുവിനോട് പലതും പറഞ്ഞു. യേശു ഒരാളെയും അനുസരിക്കാൻ പോയില്ല. യേശു പറഞ്ഞൊരു കാര്യം, എന്റെ പിതാവ് പറയുന്നത് മാത്രം ഞാൻ പറയും, എന്റെ പിതാവ് ചെയ്യുന്നത് മാത്രം ചെയ്യും, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. പത്രോസ് യേശുവിനോട് പറഞ്ഞു, നീ ക്രൂശിലൊന്നും മരിക്കണ്ട. ഈ 16 കാണാം, നിനക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ശ്രദ്ധിച്ച് മനസ്സിലാകണം, ക്രിസ്തീയ സഭയിൽ ഇതിന് മുകളിൽ വേറെ ആളില്ല പത്രോസിനെ കാലം. മനസ്സിലായോ? സാധാ പുള്ളിയൊന്നുമല്ല, ഇതിനേക്കാൾ മുകളിൽ ക്രിസ്തീയ സഭയിൽ വേറെ ആളില്ല. യേശു അനോയിന്റ് ചെയ്യുന്ന വെച്ചേക്കുന്ന ആളാ, ഈ സ്വർഗരാജ്യത്തിന് താക്കോലം കൊടുത്ത ആളാ. പുള്ളിക്കാരൻ പറയാ, നിനക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. യേശുവിനോട് പറയുന്നത്, പത്രോസിന് എന്നോട് സ്നേഹമുണ്ട്, ഇനി കുറച്ചു നേരം കഴിഞ്ഞ് പിതാവിനോട് പ്രാർത്ഥിക്കും, പിതാവെ കഴിയുമെങ്കിലും ഒന്ന് മാറ്റി തരണേന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ഈ പത്രോസിന് സ്നേഹമുണ്ട്. മനസ്സിലായി? അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷെ യേശു ഒന്നും ചിന്തിച്ചില്ല. ഏതിനിൽ സംഭവിച്ചു നേരെ തിരിച്ചാ. ഏതിനിൽ ദൈവം പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ച് അതിന്റെ ഫലം തിന്ന്. ദൈവം പറഞ്ഞു. പിശാചി അവരോട് പറഞ്ഞു തിന്നാൻ. അപ്പൊ മനുഷ്യൻ പറഞ്ഞത് ആദം കേട്ടു. 1-ാം റൗണ്ടിൽ ആദം തോറ്റു പോയി. ആ ആദത്തിന്റെ തലമുറയാണ് നമ്മൾ. ഇനി നമ്മളെ റൗണ്ട് മാറ്റാൻ, പുതിയ തലമുറയാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ ഇങ്ങോട്ടേക്ക് വന്നു. പുത്രനും പിശാചും തമ്മിൽ ഏറ്റുമുട്ടി. അതിനു മുമ്പ് പിശാച് പത്രോസിലൂടെ കയറി ഒന്ന് അടിച്ചു നോക്കി. ക്രിസ്തു പറഞ്ഞു, യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ബിഫോർ മീ. നീ എനിക്ക് ഇടർച്ചയാവുന്നു. അതിനർത്ഥം നീ പറഞ്ഞ ആ സന്ദേശം ഞാൻ അനുസരിച്ചാലുണ്ടല്ലോ, ഞാൻ എന്റെ അപ്പന്റെ ഇഷ്ടം നിവർത്തിക്കത്തില്ല. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെതല്ല കരുതുന്നത്, നീ മനുഷ്യന്റെതാ കരുതുന്നത്. എന്റെ ദേവദാസന്മാരെ, ഈ പത്രോസിനെ നമ്മൾ അനുഗമിക്കല്ലേ കേട്ടോ. ആ ഭാഗത്ത് അനുഗമിക്കരുത്.
യേശു പറഞ്ഞു, നീ ദൈവത്തിൻ്റെതല്ല കരുതുന്നേ, ഈ മനുഷ്യർ അനുഗ്രഹം എന്ന് പറഞ്ഞ നീ കരുതുന്നേ. എന്നിട്ട് പിന്നെ പത്രോസിന്റെ പുറകിലുള്ള പിശാചിനോട് പറഞ്ഞു, ഗെറ്റ് ബിഹൈൻഡ് മീ സാറ്റൻ, എന്നെ വിട്ടുപോ സാത്താനെ. ആ പത്രോസിനോട് സംസാരിച്ചത് ആരാ? സാത്താനാ. വ്യക്തമായി യേശു സാത്താനെ ശാസിക്കുക. പത്രോസിനെ ഉപദേശിച്ചു, സാത്താനെ ശാസിച്ചു. ഒറ്റ വാക്കിലാന്ന് മാത്രമേ ഉള്ളല്ല. അപ്പോ പ്രിയ സഹോദരങ്ങളെ, യേശു അവിടെ ജയിച്ചു. യേശു അവിടെ ജയിച്ചു. അതായത് സഭയിലെ ടീച്ചിങ്ങിനെ യേശു ജയിച്ചു. അർത്ഥം കിട്ടിയ എന്തിനു വേണ്ടി? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ. ഹലോ, സഭയിൽ ഇനി ഈ പത്രോസിനേക്കാൾ വലിയൊരു ആള് വേറെ ഇല്ല. പത്രോസ് പറഞ്ഞതേ നടക്കുള്ളൂ, ഏറ്റവും ടോപ്പാ. യേശു അതിനെ ജയിച്ചു, ശാസിച്ചു. നീ പറഞ്ഞ ഞാൻ അനുസരിച്ചാൽ എന്റെ പിതാവിന് ഇഷ്ടം ഞാൻ ചെയ്യത്തില്ല. എന്റെ പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കണ്ടേ? ഗെറ്റ് ബിഹൈൻഡ് മീ സാത്താൻ, നിന്റെ പുറകിലുള്ള സാത്താനെ ശാസിക്കുന്നു ഇപ്പൊ. മനസ്സിലായോ? അപ്പോ ദൈവവചനത്തിന് സ്വർഗസ്ഥ പിതാവ് പറഞ്ഞ സന്ദേശത്തിന് വിരുദ്ധമായി സഭയിലെ ഏറ്റവും ടോപ്പ് ആളാണ് പറഞ്ഞതെങ്കിലും സ്വർഗസ്ഥ പിതാവ് പറഞ്ഞതിന് വിപരീതമാണോ? അത് സാത്താനാ പുറകില് ശാസിച്ചു വിടുക യേശുവിനെ. മനസ്സിലാവുന്നുണ്ടോ? അല്ല എങ്കിൽ എന്തു പറ്റും? ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യത്തില്ല. എന്നിട്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂശിലേക്ക് യാത്രയായപ്പോ പത്രോസ് മാത്രമല്ല, അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്റെ സ്വയം തനിക്കെതിരെ കയറി വരികയാണ്. സ്വയം ചിന്തിക്കുകയാണ്, ഈ പാനപാത്രം ഒഴിഞ്ഞു മാറണമെന്നാണ് സ്വയം ചിന്തിക്കുന്നത്. യേശു ക്രിസ്തു പിതാവോട് പ്രാർത്ഥിച്ചു, പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിവാക്കിയത് തരണമേ. പിതാവ് ഒഴിവാക്കി കൊടുത്തു. യേശുവിന്റെ പ്രാർത്ഥന കേൾക്കാത്ത പിതാവിനെ നമുക്ക് അവിടെ കാണാം. യേശുവിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പിതാവ് അത് ഒഴിവാക്കി കൊടുത്തില്ലെന്ന് മാത്രമല്ല, പുത്രനോട് ഇവർ കടന്നു പോകാൻ നിർബന്ധിച്ചുകൊണ്ട് തന്റെ ദൂതനെ അയച്ചിട്ട് പുത്രനെ ശക്തിപ്പെടുത്തുക. ആ സമയത്താണ് തന്റെ വിയർപ്പ് തുള്ളികൾ, രക്തത്തുള്ളികൾ എന്നതുപോലെ വിയർപ്പ് തുള്ളികൾ പോയെന്നൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിലെ ചില സമയങ്ങൾ പിതാവിന് ഇഷ്ടം ചെയ്യുവാൻ, അതുവഴി പിശാചിനെ പരാജയപ്പെടുത്തുവാൻ, ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകേണ്ടത് വരും, കടന്നു പോകേണ്ടതായിട്ട് വരും. ഇതാണ് ദൈവ കൃപയാൽ ആ ദൂതനെ അയച്ച് യേശുവിനെ ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ കടന്നു പോകാനായി. അപ്പോ യേശു ക്രിസ്തു ഇവിടെ പിശാചിനെ ജയിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് വേണം. അപ്പൊ ദൈവ പിതാവ് പറഞ്ഞതിന് വിപരീതമായി ഒന്ന് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പോയില്ല. ഇതുകൊണ്ടാ ഫിലിപ്പിയർ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ക്രൂശിലെ മരണത്തോളം താൻ ആരായി മാറി? അനുസരണമുള്ളവനായി തീർന്നു. യേശു നമ്മുടെ മുമ്പിൽ നല്ലൊരു മാതൃകയല്ലേ? യേശു പിതാവിനെ അനുസരിപ്പാൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായെങ്കിൽ നമ്മളുമായി യേശുവിന്റെ മാതൃകയല്ലേ പിന്തുടരേണ്ട? ജയിക്കണമെങ്കിൽ വേണ്ട, ജയിക്കണമെങ്കിൽ ദൈവ പിതാവ് പറയുന്നതിന് വിപരീതമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കരുത്. അപ്പോ ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കി, യേശു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു, പിശാചിനെ ജയിച്ചു. ഹല്ലേലൂയ. ഇനി പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ദൈവം അനുവദിക്കുകയും അടുത്ത സന്ദേശത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാം എക്സ്പ്ലനേഷൻ. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാം നമ്മൾ ഓൾറെഡി തോറ്റുപോയവരാന്നറിയോ? ഈ ലൈനിലേക്ക് വരുമ്പോ, ഈ 3 ഭൂമിയിലേക്ക് വരുമ്പോ, പഴയ കുടിയാൻ, കെരൂബ് വർഗം, പുതിയ കുടിയാൻ, മനുഷ്യവർഗം. ഈ മനുഷ്യവർഗത്തെ ഇവര് തോപ്പിച്ചെന്നുള്ള കാര്യം അറിയാമോ? 1-ാം റൗണ്ടിന് തോറ്റുപോയി മൊത്തം. ഇപ്പൊ ഇവിടെ ഉള്ളതുങ്ങളൊക്കെ ദൈവം പറയുന്നത് വെറും ബുദ്ധിശൂന്യരാന്ന് പറയണേ. ഇവരെയൊക്കെ ഈ പ്രാന്താശുപത്രിയിൽ കോമയെ കിടക്കത്തില്ലേ, അതേപോലെ ആക്കിയിട്ടിരിക്കുക എല്ലാത്തിനും. കാരണം ഇവര് ജഡത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഇവരുടെ ബിസിനസ് വെച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ ബിസിനസ്. യേശു ക്രിസ്തു നോക്കിയിട്ട് പറയാണ്, എല്ലാവരും ജഡത്തെ തുറച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് യേശു ക്രിസ്തു പറയാണ്, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ഈ ചെയ്യുന്ന ബിസിനസിന് ഒരു ലാഭവും ഇല്ല ഈ മനുഷ്യൻ ചെയ്യുന്നേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഈ പിശാചും കൂട്ടി ഇവരെ വെറും കോമയിലാക്കി. ജീവിതത്തിന്റെ 3-ാം നിലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് ഈ മനുഷ്യർ. ശരിക്കും പറഞ്ഞാൽ 1-ാം നിലയിൽ നിന്ന് പ്രവർത്തിക്കണ്ടേ, 3-ാം നിലയിൽ നിന്ന് മനുഷ്യൻ പ്രവർത്തിക്കണേ. കാരണം ഈ മനുഷ്യരൊക്കെ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് അറിയാമോ? ഫ്ലാഷ് പ്രോഫിറ്റ് നത്തിങ് അല്ലേ? വലിയൊരു നത്തിങ്ങിന് വേണ്ടി. എല്ലാവരും പ്രവർത്തിക്കുന്നത് വലിയൊരു നത്തിങ്ങിന് വേണ്ടി.
അതായത് പറയാറില്ലേ, എടാ നീ മാർക്ക് മേടിച്ചോണ്ട് വരുമോ? അപ്പൊ കളിതമാശ പറയും, അവൻ കോഴിമുട്ട മേടിച്ചോണ്ട് വരും. മുട്ട അല്ലെ, സ്കൂളിൽ പോണ പിള്ളേരോട് പറഞ്ഞ രംഗമാണ്, മുട്ട മേടിച്ചോണ്ട് വരുമെന്ന്. ഇത് ശ്രദ്ധിച്ചേ, ഈ ഭൂമിയിലുള്ള എല്ലാവരും മുട്ട മേടിച്ചോണ്ട് പോവല്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ, എല്ലാവരും ജഡത്തിൽ പ്രവർത്തിക്കുന്നു അല്ലെ, വർക്ക് ചെയ്യുന്നു. 3 വയസ്സ് തുടങ്ങുന്ന പരിപാടി, LKG UKG, 1-ാം ക്ലാസ് മുതൽ 10-ാം വരെ ബമ്പം പാണ്ടക്കട്ട ഈ പുറകിൽ പിള്ളേരുടെ. ഓക്കെ, അതിനുശേഷം +2, പിന്നെ ഡിഗ്രി, PG, IELTS, പലതും കഷ്ടപ്പാടാണ്. അവിടെ ഇവിടെയൊക്കെ പോയി അധ്വാനിച്ചെല്ലാം ഉണ്ടാക്കുക. എന്നിട്ട് ചോറ്, ചിക്കൻ, മട്ടൺ, ബിരിയാണി എല്ലാം ഇതിന് കൊടുക്കും, ഈ ജഡത്തിന് കൊടുക്കും അല്ലെ. എന്നിട്ട് ഈ വയറിനെ അങ്ങ് വലുതാക്കും അല്ലെ, ആള് വലുതാക്കും. എന്നിട്ട് ചത്തുപോകല്ലേ. ഉണ്ടാക്കിയതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ യേശു പറഞ്ഞ പോലെ വട്ടപൂജ്യമാവും അല്ലെ. ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്, വട്ടപൂജ്യം. അപ്പൊ നമ്മളെല്ലാം എന്തിനു വേണ്ടി പ്രവർത്തിക്കണേ? വി ആർ ട്രൈങ് ടു ബിക്കം നത്തിങ്. വൈസ് പീപ്പിൾ. നമ്മൾ അധ്വാനിക്കുക എന്തിനാകാൻ? ഒന്നുമില്ലാതെ ആയി തീരാൻ അധ്വാനിക്കുന്നു. പക്ഷെ യേശു അധ്വാനിച്ച അങ്ങനെയല്ല കേട്ടോ. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവന്റെ മരണത്തിൽ അവൻ നത്തിങ് ആയെന്നല്ല, അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. യേശുവിനെ ഫോളോ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഹീസ് മൈ ഹീറോ. യേശു ക്രിസ്തു എന്റെ ഹീറോ ആയ. ഹല്ലേലൂയ. യേശുവിനെ അനുഗമിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, 1-ാം റൗണ്ടിൽ നമ്മളുടെ പിതാവായ ആദം പരാജയപ്പെട്ടതോടുകൂടെ നമ്മളുടെ ബുദ്ധിയെ മുഴുവൻ പിശാച് വെറും മണ്ടം ബുദ്ധിയാക്കി. 1-ാം നിലയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട നമ്മളെ 3-ാം നിലയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവരാക്കി. മനസ്സിലായോ? 1-ാം നില എന്ന് പറഞ്ഞാൽ ആത്മാവ്, 2-ാം നില എന്ന് പറഞ്ഞാൽ സോള്, 3-ാം നില എന്ന് പറഞ്ഞാൽ ജഡം, ബോഡി. യേശു പറഞ്ഞു ഫ്ലഷ്, ജഡം, ലാഭം, വട്ടപൂജ്യം. പ്രശ്നമായില്ലേ? യേശു ക്രിസ്തു മൊത്തം പ്രവർത്തിച്ചത് 1-ാം നിലയിൽ നിന്ന്. വരുന്ന ക്ലാസ്സുകൾ നമുക്കത് മനസ്സിലാക്കാം. അപ്പോ അവിടെ നിന്ന് പ്രവർത്തിച്ചാലേ ഗുണമുള്ളൂ. അല്ലാതെ ഈ പുറമേന്ന് മാത്രം പ്രവർത്തിക്കുന്ന ആ ഭാഗമല്ല നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ടാങ്ക്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. വീടിന്റെ മുകളിലെ ടാങ്ക്, അവിടെ നിന്ന് ഒരു പൈപ്പ്, താഴെ കിച്ചണിലെ ടാപ്പ്. നമ്മൾ ചിന്തിക്കുന്നത് ടാപ്പാണ് എല്ലാവരും ചിന്തിച്ചാൽ പൊട്ടത്തരമല്ലേ. ടാപ്പ് 3-ാം ലെവലേ ഉള്ളൂ. നമ്മുടെ ജഡം 3-ാം ലെവലേ ഉള്ളൂ. ടാപ്പിന് മുകളിൽ ഒരു പൈപ്പ് ഉണ്ട്, പൈപ്പിന്റെ മുകളിൽ ഒരു ടാങ്ക് ഉണ്ട്. ടാങ്കിൽ നിന്ന് വേണം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ടാപ്പിൽ നിന്നല്ല പ്രവർത്തിക്കേണ്ടത്. ടാങ്ക് ആണ് സ്പിരിറ്റ്, പൈപ്പാണ് സോള്, ടാപ്പാണ് ബോഡി. പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ വെറും ജഡത്തിൽ പൊളിച്ച് മണ്ടന്മാരാകാണ്. അത് നമ്മളെ കോമയിലാക്കിയതാണ്. ആദത്തെ തോപ്പിച്ചപ്പോ നമ്മൾ മണ്ടന്മാരായി. എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾക്കറിയോ, ക്രിസ്തുവിൽ ആ പുതിയ ആ സൃഷ്ടി, പിശാചിനെ ജയിച്ച ക്രിസ്തുവില്ലേ, ആ ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിന്റെ ജനറേഷനാ. അതിലേക്ക് നമ്മൾ വന്നാൽ നമ്മളുടെ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനമാണ്. നമ്മൾ 1-ാം നിലയിലേക്ക് നമ്മൾ റീപൊസിഷൻ ചെയ്യുക. അവിടെ നിന്നാൽ നമ്മൾ ജയിക്കും. ഹല്ലേലൂയ. ആ ജ്ഞാനത്തിലേക്ക് വരണം. ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് വന്നാൽ നമ്മൾ ജയിക്കും. അങ്ങനെയാണ് യേശു പിശാചിനെ തോൽപ്പിച്ചത്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വന്നേ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം. ക്രൂശിക്കപ്പെട്ടവരുടെ, അതായത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ മാത്രം അറിയുന്നവനായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഞാൻ നിർണയിച്ചു. എന്നാൽ ശ്രദ്ധേ, ഇനി നമ്മൾ രക്ഷ പ്രാപിപ്പാൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ താൻ കേൾക്കുന്നത് മറ്റവർക്ക് മണ്ടത്തരമായിരിക്കും, കേട്ടേ മതിയാവും.
ആൾ ചിന്തിക്കും, ഈ ക്രൂശി തറച്ചു വെച്ച കൊന്ന യേശുവാണ് നിന്നെ രക്ഷിക്കുന്നത്. യേശു മരിച്ചു പോയില്ലേ? അതൊരു മണ്ടത്തരായിട്ടാണ് തോന്നുന്നത്. അത് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി പറയുമ്പോൾ എന്നിട്ട് പറയാണ് അതിന്റെ തൊട്ട് താഴെ, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ അതല്ല സംസാരിക്കണേ, ഞങ്ങൾ സംസാരിക്കണേ ജ്ഞാനം സംസാരിക്കും. തികഞ്ഞവരുടെ ഇടയിൽ അത് ഏത് ജ്ഞാനാണെന്നറിയാമോ? അതിന്റെ 6-ാം വാക്യം മുതൽ ഏത് ജ്ഞാനാണെന്ന് അറിയാമോ? ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ മുൻ നിയമിച്ചതും മനുഷ്യർക്ക് മനസ്സിലാകാതെ, പിശാചികൾക്ക് മനസ്സിലാകാതെ മറഞ്ഞിരിക്കുന്നതുമായ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചിരിക്കുന്ന ആ ജ്ഞാനമത്രേ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. വായിച്ച 6 മുതൽ. 6 മുതൽ യോസനെ. ഇപ്പൊ നമ്മൾ വായിച്ചത് 2, അതിന്റെ 6. ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതെ, ഇപ്പൊ കറക്റ്റാ വായിച്ചു. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സായി മുൻനിർച്ചതും മറഞ്ഞിരിക്കുന്നതായ ദൈവത്തിന്റെ ജ്ഞാനത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. കേട്ടോ, ഇവിടെ പറയാണ്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു, എന്നാൽ അതിലൂടെ വീണ്ടും ജനിച്ച് വളർച്ച പ്രാപിച്ച ഒരുവന്റെ മുമ്പിൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസംഗിക്കുന്നു. ഏത് ജ്ഞാനാണെന്നറിയാമോ? ദൈവം നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത്, മറഞ്ഞിരിക്കുന്നതും, അതായത് പിശാചിനോ കുട്ടർക്കോ മനുഷ്യർക്കോ അറിയത്തില്ല, മറഞ്ഞിരിക്കുന്നതുമായ ജ്ഞാനം ഞങ്ങൾ സംസാരിക്കുന്നു. ആരോട്? തികഞ്ഞവരോട്. തികഞ്ഞവരോട്, സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരുന്നവരോട് ഞങ്ങൾ സംസാരിക്കുകയാണ്. അത് ഈ ലോകത്തിന്റെ പ്രമുഖന്മാർ, അതായത് പിശാചും കൂട്ടരും അറിഞ്ഞില്ല. അതായത് പാർസി പ്രഭു, യവന പ്രഭു, നമുക്ക് ഡാനിയലിന്റെ പുസ്തകത്തിൽ കാണാം. പാർസി പ്രഭു വരുന്നു, യവന പ്രഭു വരുന്നു. യേശുക്രിസ്തു പുതിയ ഉടമ്പടി പറയുന്നു, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. പിശാചിനും കൂട്ടരെയാണ്. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. യഹൂദന്മാരെ കുറിച്ചല്ല ഇത് പറയുന്നത്. ക്രൂശിച്ചതോട് കൂടെ എന്ത് പറ്റിയതറിയാമോ? പിശാചിന് അവന്റെ സാമ്രാജ്യം തകർന്നു. പിശാചിന്റെ സാമ്രാജ്യം തകർന്നു. അന്ന് മുതൽ പിശാചിന്റെ സാമ്രാജ്യത്തിൽ ആളുകൾ ദൈവത്തിലേക്ക് മാറാൻ തുടങ്ങി. അന്ന് മുതൽ മുഴുവൻ തുടങ്ങി. ഈ ഒരു സംഭവം പിശാചിനെ മണ്ടനാക്കി. നമ്മൾ മനുഷ്യർ പിശാചിന്റെ ഒരു വെറും മണ്ടന്മാരാണ്. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് ഉപയോഗിക്കാൻ ഇന്നുള്ളത് കൊണ്ട് ആ ജ്ഞാനം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മൾ പിശാചിനെ ജയിക്കും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ. ഇവിടെയാണ് ജയിക്കുന്നത്. ഇവിടെ യേശു പിശാചിനെ ജയിച്ചത് ഒന്ന്, തന്റെ ജീവിതത്തിലെ താഴ്മയിലൂടെ തനിക്ക് കിട്ടിയ കൃപ. 2, ദൈവത്തിന്റെ ജ്ഞാനം. ആ ജ്ഞാനമാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് എന്തു പറ്റി? ക്രൂശിൽ വെച്ച്, നമ്മൾ കൊളോസ്യർ കേട്ടു, ക്രൂശിൽ വെച്ച് യേശുക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി അവരെ ജയിച്ച് ജയ ഉത്സവം കൊണ്ടാടി. അപ്പൊ അതിന്റെ കാരണം ഫിലിപ്പിയർക്ക് പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. അവൻ എന്ത് ചെയ്തു? താഴ്മ ധരിച്ചു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണ്ട എന്ന് വിചാരിച്ച് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം, കേട്ടോ, എപ്പോഴും മരണം കയറി വരിക, ക്രൂശ് കയറി വരിക, മരണത്തോളം ദൈവത്തെ അനുസരിച്ചു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. പിടുത്തം കിട്ടിയോ? ഇവിടെയാണ് പിശാചി പരാജയപ്പെട്ടത്. അവിടെയാണ് ദൈവിക ജ്ഞാനം വന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ജ്ഞാനത്തിന്റെ 3 ലെവലുകളാണ്. 1, ഈ ലോകത്തിന്റെ ജ്ഞാനം. 2, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം. 3,
ലോക സൃഷ്ടിക്കുമ്പോൾ മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ജ്ഞാനം. കണ്ടോ, 3 ലെവല് കണ്ടോ? നമ്മുടെ ജ്ഞാനം ഈ ലോകത്തിലെ ജ്ഞാനം. ഈ ലോകത്തിലെ ജ്ഞാനം നമുക്ക് വളരെ ശ്രേഷ്ഠമായ ജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം വട്ടപൂജയായിട്ട് തീരുന്നു മാത്രം. ഇതാ ഈ ലോകത്തിലെ സാധാരണ പണിക്കാരുടെ ജ്ഞാനം, ബിൽഡിംഗ് പണിക്കാരുടെ ജ്ഞാനം, ടെക്നീഷ്യന്റെ ജ്ഞാനം, ഇതാ കാറ് റിപ്പയർ ചെയ്യുന്നതിന്റെ ജ്ഞാനം, കാർ ഉണ്ടാക്കുന്നതിന്റെ ജ്ഞാനം, ഇതൊക്കെ നല്ലതാ. പക്ഷെ അതിന്റെയൊക്കെ മുകളില് പിശാചിന്റെ ജ്ഞാനം കിടക്കുക. ഈ പിശാചിന്റെ ജ്ഞാനം വരുമ്പോ ഈ സംഭവത്തെ അവൻ ഓവർപൂർ ചെയ്യും. ഈ ലോകത്തെ എല്ലാ ജ്ഞാനങ്ങളെയും ഓവർപൂർ ചെയ്യും. നമുക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ വീണ്ടും ചിന്തിക്കാം. അപ്പോ എന്നാൽ എങ്ങനെ പിശാച് മനുഷ്യനെ മരമണ്ടന്മാരാക്കി ഈ ലോകത്തിന് വേണ്ടി മനുഷ്യനെ ഇട്ട് ഓടിച്ച് അവനെ വട്ടപ്പൂച്ചയാക്കി അവസാനം അവൻ ഒതുക്കുകയാണ്. അതിന് ജഡത്തിൽ മാത്രം പ്രവർത്തിപ്പിക്കുന്നു. ജഡം, ഫ്ലഷ്, പ്രോഫിറ്റ്, നത്തിങ്. എന്നാൽ ഇതിന്റെ മുകളിൽ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം നമ്മുടെ തേജസ്സിനായി ജ്ഞാനം മുന്നൊരുക്കി. ശരിക്കും പറഞ്ഞ ഒരു ഇൻഷുറൻസ് പോലെയല്ലേ? രോഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രോഗത്തിന് വേണ്ടി ഇൻഷുറൻസ് എടുത്തിട്ടേക്കണ പോലെ സ്വർഗത്തിലെ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ തന്നെ നമ്മുടെ തേജസ്സിനായി മറച്ചു വെച്ചിരിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനം ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ പിശാചും കൂട്ടരും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിന് ക്രൂശിക്കില്ലായിരുന്നു. എന്താ സംഭവിച്ച? ക്രൂശിച്ചതോട് കൂടെ അവരുടെ രാജ്യം പൊളിഞ്ഞു. നേരത്തെ കേട്ടു, ക്രൂശിച്ചതോട് കൂടെ പിശാചിനെ ക്രിസ്തു ആയുധവർഗം വെപ്പിച്ചു. ഇത് തന്റെ അപ്പന്റെ ജ്ഞാനം. മനസ്സിലായോ? ക്രിസ്തു പറഞ്ഞത് ഒരു കാര്യം ഓർക്കുക, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് ഒഴിയാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചെങ്കിലും അപ്പന്റെ ജ്ഞാനം അത് അനുവദിച്ചില്ല. അപ്പന്റെ ജ്ഞാനം, നീ ഇതിലൂടെ പോയേ പറ്റൂ, സഹനം കൊണ്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ദൂതനെ അയച്ച് ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തി, ക്രിസ്തുവിനെ ബലപ്പെടുത്തി. ഇതാ മറഞ്ഞിരിക്കുന്ന ജ്ഞാനം. മനസ്സിലായോ? ഇത് ഈ ലോകത്തിലെ ആർക്കും അറിയത്തില്ല. ഈ ജ്ഞാനം സ്വർഗസ്ഥ പിതാവ് യേശുവിനോട് ഉപയോഗിച്ചു നമ്മളുടെ എല്ലാവരുടെയും തേജസ്സിലേക്ക് അത് വഴി തുറന്നു. ഈ ഒരു തിരിച്ചറിവുണ്ടാകും. ഇനി ഒരു സന്തോഷ വാർത്ത പറയട്ടെ. ക്രിസ്തു ഉപയോഗിച്ച ദൈവത്തിന്റെ ജ്ഞാനം, പ്രിയ മകനെ മകളെ, എനിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു തിരിച്ചറിവുണ്ടാകും. പുതിയ ദൈവ വംശത്തിലേ ഉള്ളൂ, പഴയ വംശത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പഴയ വംശത്തിൽ നമ്മൾ വെറും മണ്ടന്മാര്. പക്ഷെ ക്രിസ്തുവിൻ തലമുറയിൽ, ആദത്തിന്റെ തലമുറയിൽ വെറും മണ്ടന്മാരും, ക്രിസ്തുവിന്റെ തലമുറയിൽ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനമാണ്. പിശാചിന് മുകളിലാണ് നമ്മുടെ ജ്ഞാനം. ഈ ഒരു തിരിച്ചറിവ് വേണം. ഇതാണ് കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അവിടെ പറയുന്നത്. ഇവിടെ അതിന്റെ 30-31 ഭാഗങ്ങളിലേക്ക് വായിക്കുമ്പോൾ ഈ ജ്ഞാനം, ക്രിസ്തു ഉപയോഗിച്ച ഈ മറഞ്ഞിരുന്ന ജ്ഞാനം ദൈവം നമുക്കും ഇന്ന് തരികയാണ്. ആ ദൈവത്തിന്റെ ജ്ഞാനം വായിച്ച് 1:30. നിങ്ങൾ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടതിന് തന്നെ. മനസ്സിലായോ? ഭയങ്കര മർമ്മം ഇത്. പ്രശംസിക്കുന്ന കർത്താവ് പ്രശംസിക്കട്ടെ. എന്താ കാര്യം? ഞാൻ ജയിച്ചതല്ല, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന് എന്നെ ജയിപ്പിച്ചതാ. ഈ ഒരു തിരിച്ചറിവ് വേണം. അതുകൊണ്ട് നമ്മൾ കയറി പ്രശംസിക്കുക, അത് നമ്മൾ അടിച്ചെടുക്കരുത്. ആദത്തിൽ നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം പോയി, നമ്മൾ പരാജയപ്പെട്ടു. നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം പോയി. എന്നാൽ ക്രിസ്തുവിലേക്ക് വരുമ്പോ ആ ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ ജ്ഞാനമായി മാറുക. തിരിച്ചറിയ, അപ്പന്റെ സ്വത്ത് നമ്മുടേതായെന്നേ ഇവിടെയാണ് തിരിച്ചറിയേണ്ടത്. ഇതൊരു അലയൻസ് ആണ്, അലയൻസ്. മനസ്സിലായോ? അലയൻസ്, നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. 32 രാജ്യങ്ങളുണ്ട് ഇപ്പൊ. ഒന്നൊന്നായി നിന്ന് അവർ ബലഹീനര. 32 കൂടി നിൽക്കുമ്പോ ലോകത്തിലെ പവർഫുൾ ഫോഴ്സ് ആണ് അവര്. ഒന്നിനെ തൊട്ടാൽ ബാക്കി 31 കൂടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടത്തെ അലയൻസ് ആരുമായിട്ടാണെന്നറിയാമോ? ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവുമായിട്ട് അലയൻസ്. അലയൻസ്.
അതുകൊണ്ട് സ്വർഗസ്ഥ പിതാവിനുള്ളത് നിനക്ക് ഉപയോഗിക്കാം. ക്രിസ്തുവിൽ, ആദത്തിലില്ല, ക്രിസ്തുവിൽ, പുതിയ സൃഷ്ടിയിൽ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളോ, അപ്പൊ ഒരു ഗ്രൂപ്പാണ്. അവനാൽ, ദൈവത്താൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അലയൻസ് ആണ്. ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് കണക്ഷനായി, എസ്റ്റാബ്ലിഷ് ആയി. ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും. അപ്പൊ ഇനിയിപ്പോ ആരുടെ ജ്ഞാനം ഉപയോഗിക്കാം? ദൈവത്തിന് ജ്ഞാനം ഉപയോഗിക്കാം. ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനമായി. ഇനിയിപ്പോ എന്റെ പൊട്ടബുദ്ധിയൊക്കെ മാറ്റി വയ്ക്കാം. ഇനി നിങ്ങൾ എന്ത് സംസാരിക്കും നിങ്ങൾ ഭാരപ്പെടേണ്ട. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ അപ്പന്റെ ആത്മാവായിരിക്കും. ദൈവത്തിൽ നിന്ന് ജ്ഞാനവും ദൈവത്തിൽ നിന്ന് നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. എല്ലാം ദൈവത്തിൽ നിന്ന്. ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവുമായ ഒരു അലയൻസ്, ക്രിസ്തുവിലൂടെ ദൈവപിതാവുമായി ഒന്നായി. ഇതാ ക്രിസ്തു പറയുന്നത്, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിലൂടെ ഒന്നായി തീരണം. ഹല്ലേലൂയ. ഇത് നമ്മൾ ഒന്നാകാതിരിക്കാൻ വേണ്ടിയുള്ള പിശാചിൻ്റെതായ എല്ലാ തന്ത്രങ്ങളും നടക്കുക. എന്റെ പ്രിയ മോളെ, നീ ഒരു അത്ഭുതമാണ്. ക്രിസ്തുവിൽ നീ ഒരു അത്ഭുതമാണ്. പക്ഷെ നീ ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവുമായി സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി തീരണം. ആ ഒന്നായി തീർന്നാൽ സ്വർഗസ്ഥ പിതാവിന്റെ ജ്ഞാനമാണ് ഇനി നിന്റെ ജ്ഞാനം. മനസ്സിലായോ? വീട് മാറാൻ തയ്യാറാകുന്നൊന്ന്. ഒരു സഹോദരി വിവാഹം കഴിക്കുക, ദരിദ്ര സഹോദരി, ഒരു സൈക്കിൾ പോലും ഇല്ല ആ വീട്ടില്. ഒരു ധനവാനായ ഒരാള് വിവാഹം കഴിക്കുകയാണ്. എങ്ങനെയാണ്? ആ ധനവാന്റെ അപ്പൻ സമ്പന്നന്. അങ്ങനെ ആ ധനവാന് വിവാഹം കഴിച്ചു. ആ അപ്പന്റെ വീട്ടിൽ ചെന്നപ്പോ മുമ്പിൽ കിടക്കുന്നു BMW 740. അപ്പുറത്ത് കിടക്കുന്നു ബെൻസ് 500 SL 500. ഇപ്പുറത്ത് വേറെ വണ്ടി. ആ വണ്ടി ഇവളൊരു സൈക്കിൾ പോലും ഇവക്കില്ല. പക്ഷെ ഇന്നു മുതൽ അവക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. മനസ്സിലായ? എന്റെ പൊന്നു മോളെ, ദൈവത്തിൻ്റെതൊക്കെ നിന്റേതും കൂടെയാ. ദൈവം ആരാന്നറിയോ? നിന്റെ അപ്പനാ. ഇനി മുതൽ അങ്ങനെ ഒന്ന് ദൈവം ഇനി അങ്ങനെ ഒന്ന് വിളിക്കാൻ പഠിക്കുന്ന എന്ത് കൊതിയാണെന്നറിയോ? നീ അപ്പ എന്ന് വിളിച്ചു കേൾക്കാൻ, പപ്പ എന്ന് വിളിച്ചു കേൾക്കാൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനിയും ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ആഭാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് പിശാചിന്റെ കീഴിൽ ഇനിയും കിടക്കണ്ട. ക്രിസ്തു വന്ന് പിശാചിനെ ജയിച്ചു. ഇനി ആ ക്രിസ്തുവിലേക്ക് നമ്മൾ മാറുന്നുവെങ്കിൽ, ആ പെൺകുട്ടിക്ക് ഈ അപ്പന്റെ ഒക്കെ അനുഭവിക്കണമെങ്കിൽ ആ അപ്പന്റെ മകനുമായിട്ടൊരു വിവാഹം നടന്ന അകത്ത് കയറണേ. ഇനി ക്രിസ്തുവുമായി ഒരു ബന്ധത്തിലേക്ക് വരുമ്പോ ഈ അപ്പന്റേതെല്ലാം നമ്മുടേതാ. ഹല്ലേലൂയ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നാം ഈ അപ്പന്റെ അവകാശികൾ, ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികൾ മാത്രമേ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇനിയും മതഭക്തിയും മറ്റുള്ളതൊക്കെ അതൊക്കെ മാറ്റിയിട്ട് ക്രിസ്തുവെ അനുഗമിക്കാൻ പഠിക്കേ. ഹല്ലേലൂയ. ക്രിസ്തുവെ ധരിക്കാൻ പഠിക്കേ. ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിൽ എത്താൻ പഠിക്കേ. അപ്പോ നമ്മൾ ഇന്ന് ഇത് കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ചയിലേക്ക് ദൈവം വരുമ്പോ അടുത്ത ആഴ്ച ഞാൻ അല്പം ബിസിയാണ്, റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച കടന്നു വരുമ്പോ നമുക്ക് ഈ ന്യായവിധി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഭവമുണ്ട്. ഈ ബലഹീനരായ നമ്മളെ കൊണ്ട്, അജ്ഞാനികളായ നമ്മളെ കൊണ്ട്, രാവിലെ മുളച്ച് വൈകിട്ട് പാടുന്ന നമ്മളെ കൊണ്ട് ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ പിശാചിനെ നീക്കാൻ പോവുക. ഭയങ്കര സംഭവമാട്ടോ, ഭയങ്കര സംഭവം. എല്ലാരും പറഞ്ഞേ കാണാനായിട്ട്. ഭയങ്കര സംഭവമാണ്. ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ഏതും ഇല്ലാത്ത നിന്നെ തെരഞ്ഞെടുത്തു. ദാനിയേക്കാൾ ജ്ഞാനിയായവനെ തോൽപ്പിപ്പാൻ വെറും ഭോഷനായ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. ബലവാനെ ഇല്ലാതെയാക്കാൻ ലജ്ജിപ്പിപ്പാൻ ബലഹീന എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. ദൈവം അനുവദിക്കുന്ന അടുത്ത പ്രാവശ്യം നമുക്ക് കേൾക്കാം. ഓക്കെ, ഹല്ലേലൂയ. ഭയങ്കര ന്യായവിധിയാ പിശാചിന്റെ മുകളിലുണ്ട്. എന്തിനാണെന്നറിയാമോ? ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കരുത്. ദൈവമാ നിന്റെ ഉള്ളിൽ വസിച്ച് ഇവനെ എടുത്ത് തൂക്കി എറിയണേ. പിശാചിനെ ന്യായം വിധിക്കാനുള്ള വ്യക്തിയായിരിക്കുന്നതൊക്കെ നല്ല അറിയോ? ഒന്നും അറിയത്തില്ല. ആകപ്പാടെ അറിയാവുന്ന ആരാധന.
അങ്ങനെയല്ല, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല. സൈൻ തീറ്റ, കോസ് തീറ്റ, കൊസീക്കൻ തീറ്റയൊന്നും അല്ല. ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല. മന്ത്രവാദവും കൂടോത്രവും ഒന്നുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലൂസിനെ പോലെയുള്ളവർ സംസാരിക്കുന്നു. അത് തന്നെ നമുക്ക് സംസാരിക്കാം. 1-ാം ലെവലിൽ നിന്ന് പ്രവർത്തി തുടങ്ങാം. 3-ാം ലെവലിലല്ല, ഒരു മണ്ടന്മാരായി തീരാതെ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനികളായ, ദൈവജ്ഞാനം പേർന്ന ദൈവത്തിന്റെ മക്കളായി വിളിച്ചു. നമുക്ക് കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വമേറിയ പദ്ധതിക്കായി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നാം കേട്ടു ആ 3 ലെവലിലെ ഭൂമിയെ കുറിച്ച് കേട്ടു. ഒന്നാമത്തത്, ദൈവം തന്റെ വചനത്താൽ ഉളവാക്കി. അവിടെ നിർത്തിയിരുന്നത് കെരൂബ് വർഗത്തെയാണെന്നും ഏതെല്ലാം നിർത്തിയിരുന്നതെന്നും വിശുദ്ധ ദേവപർവ്വതമായ ജെറുസലേമിലായിരുന്നു അവന്റെ ഒഫീഷ്യൽ പൊസിഷൻ എന്നും. എന്നാൽ പാപം ചെയ്തപ്പോ, അഹങ്കാരിയായപ്പോ, നിഗളം കയറിയപ്പോൾ ദൈവം ആ സ്ഥാനത്ത് നിന്ന് തട്ടിമാറ്റിയെന്നു. അവനെ ഫയർ ചെയ്തു എന്ന അർത്ഥത്തിൽ അവനെ വിധി പ്രഖ്യാപിച്ചു. നിന്റെ നടുവിൽ നിന്ന് ഞാൻ ഒരു തീ പുറപ്പെടുവിച്ച് നിന്നെ ഞാൻ ഭസ്മമാക്കി കളയും, ഇല്ലാതെയാക്കി കളയും. തുടർന്ന് സ്വർഗത്തിലെ ദൈവം ആ ഭൂമിയെ തന്നെ ഇതാ പണിഷ്മെന്റിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് ഉദ്ധരിച്ചെടുത്തുകൊണ്ട് ആ ഭൂമിയിൽ ഒരു ഭാഗം കരയാക്കി അവിടെ പുതിയ കുടിയാനായ മനുഷ്യനെ, ആദത്തെ അവിടെ ആക്കുകയും ആദവും ഈ കെരൂബും തമ്മിൽ ഏറ്റുമുട്ടുകയും ആദം തന്ത്രത്തിലൂടെ പിശാച് ആദത്തെ തോൽപ്പിക്കുകയും ആദം പരാജയപ്പെടുകയും ചെയ്തു. നമ്മൾ പരാജയപ്പെട്ടു. അതാണ് 1-0 എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയത്. 2, സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ യേശു എന്ന പേരിൽ ഭൂമിയിലേക്ക് അയക്കുകയും മനുഷ്യനായി ഭൂമിയിലേക്ക് അയക്കുകയും ഈ ഭൂമിയിൽ വന്ന അതേ യേശു പിശാചുമായി ഏറ്റുമുട്ടി കാൽവറി ക്രൂശിൽ ദൈവത്തിന്റെ ജ്ഞാനത സ്വർഗത്തിലെ ദൈവം ഇതാ യേശു ക്രിസ്തുവിന് ജയം കൊടുക്കുകയുണ്ടായി. അങ്ങനെ 1-0 എന്നുള്ള ആ ഒരു രംഗം ഇതാ 1-1 എന്ന നിലയിലേക്ക് കടന്നു വന്നു. ഇനി ആദത്തിന്റെ അല്ല, യേശുവിന്റെ അല്ല, ക്രിസ്തുവിലുള്ള എന്റെയും നിങ്ങളുടെയും പോരാട്ടമാണ്. അവിടെ ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. അങ്ങനെ ഞാൻ നിങ്ങൾ ജയിച്ചാൽ 1-2 എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു വരികയും ഞാൻ നിങ്ങൾ ജയം പ്രാപിക്കുന്ന ജയിക്കുന്ന അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നുള്ള അതിശ്രേഷ്ഠമായ ദൈവിക അവകാശത്തിലേക്ക് ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശിയുമായി ഞാൻ നിങ്ങളും മാറി ആ ദൈവിക ഭവനത്തിൽ പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായി ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നവരായി ജീവിപ്പാൻ, ഒരു കുടുംബമായി ജീവിപ്പാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. അതിനായി ദൈവം റിസർവ് ചെയ്തിരിക്കുന്ന, ആർക്കും അറിയാത്ത, ദൈവം തന്റെ സ്വന്തം അധികാരത്തിൽ മാത്രം വെച്ചിരിക്കുന്ന ജ്ഞാനമുണ്ട്. അത് ക്രിസ്തുവിനുള്ള നമുക്കും അവകാശമുള്ളതാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലൂടെ പിശാചിനെ ജയിപ്പാൻ നമുക്ക് ദിവസങ്ങളിൽ ഒരുങ്ങാം. ദൈവമേ, ഇനിയും അങ്ങയുടെ അതുല്യമായ പദ്ധതി, ഞാനാണ് പിശാചിന്റെ പേരുള്ള ന്യായവിധി നടപ്പിലാക്കേണ്ടതുള്ള കാര്യം ഞാൻ ഇതുവരെ അറിഞ്ഞില്ല എന്റെ അപ്പ. ഈ മറുപടികളുടെ ഗുപ്തനിധികൾ എനിക്ക് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താഴ്മയോടെ ദൈവസന്നിധി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുക. എതിർക്കുന്നവർ എതിർക്കട്ടെ, ക്രിട്ടിസൈസ് ചെയ്യുന്നവർ അത് ചെയ്തുകൊള്ളട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ, തിന്മ ചെയ്യുന്നവൻ ഇനിയും അത് തന്നെ ചെയ്യട്ടെ. ഇതാ നമുക്ക് ക്രിസ്തുവെ അനുഗമിച്ച് അനുസരിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് സ്വർഗീയ പിതാവിന്റെ മാർവിലണയാ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സ്വർഗീയ പിതാവെ, നന്ദിയോടെ ഞങ്ങളെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങനത്തെ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആത്മമണ്ഡലത്തിലെ അതുല്യമായ മർമ്മങ്ങൾ കർത്താവേ അങ്ങക്ക് വെളിപ്പെടുത്തുന്നതിനായി നന്ദിയോടെ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യും. ഈ മക്കൾക്ക് വേണ്ടി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. അപ്പൊ തുടർന്ന് ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ഭൂമിയെ അല്ല എന്നും ഈ ഭൂമിയെ അല്ല എന്നും, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയാണെന്ന്, ദൈവം കഴിഞ്ഞു പോയതിനെ വീണ്ടും അന്വേഷിക്കുന്നുവെന്ന്, ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്നുവെന്ന്, എന്നാൽ ആ കഴിഞ്ഞു പോയതിന് ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. ഇന്ന് ഞങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരായി അങ്ങ് വിളിച്ചിരിക്കുന്നുവെന്ന്, ആ മുൻകാല ദൈവത്തിന്റെ പുത്രന്മാർ ഞങ്ങളുടെ സേവകാത്മാക്കളായി മാറുമെന്നുള്ള സത്യം ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ വചനത്തിൽ വളരെ ഞാൻ കൃപ തരണം. ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും പേരും കൂട്ടായിരിക്കും. രോഗികളെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ സൗഖ്യം അവരുടെ മേൽ കൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിലെ തന്റെ അടിപ്പിടരാത്തുന്ന സൗഖ്യം ഈ മക്കളുടെ ജീവിതത്തെ കൽപ്പിക്കുകയാണ്. ദൈവിക ജീവന്, ദൈവിക സമാധാനം ഈ മക്കളുടെ ജീവിതത്തിൽ കൽപ്പിക്കുക. ഇവരെല്ലാം ദൈവത്തെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. കർത്താവ്, ഈ സന്ദേശം ജനങ്ങളിൽ എത്തിപ്പാൻ അങ്ങയുടെ ദാസനെയും കുടുംബത്തെ അങ്ങ് ഉപയോഗിച്ചതിനായി നന്ദി. കൂടുതലായി ശക്തിപ്പെടുത്തിയാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. സർവ്വമഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ.
ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ മീറ്റിംഗ് ഞങ്ങളോട് ട്യൂൺ ചെയ്ത് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ 5 സന്ദേശങ്ങൾ കേട്ടിട്ട് വേണം ഇത് കേൾക്കാൻ. കേട്ടോ, എന്നിട്ട് വീണ്ടും പോയി 5 സന്ദേശങ്ങൾ കേട്ടിട്ട് വീണ്ടും കേൾക്കുക. ദൈവം നിങ്ങൾക്ക് നല്ലൊരു അടിസ്ഥാനം തരുവാൻ ഇടയാകട്ടെ. നമുക്ക് സാധാരണക്കാരുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ മാത്രം അറിയുന്നതിനായി കടന്നു പോകാം. എന്നാൽ തികഞ്ഞവരുടെ ഇടയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവം മറച്ചു വെച്ചിരിക്കുന്നത് ജ്ഞാനം സംസാരിക്കുക. അതുവഴി ഇതാ ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കളെ, ദൈവിക പോരാളികളെ നമുക്ക് ഒരുക്കുക. അവർ പിശാചിനെ കാൽ കീഴിലാക്കുവാൻ ഇടയാകട്ടെ. അതിനായി ദൈവം നമ്മളെ സഹായിക്കും. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ പാപം വിട്ടൊഴിഞ്ഞിരിക്കുക, ജീവിതം വിശുദ്ധിയിലായിരിക്കുക. ദൈവം നമ്മൾ ജീവിക്കട്ടെ. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ അടുത്ത കാണാം. അടുത്ത വ്യാഴാഴ്ച ആയിരിക്കത്തില്ല. വ്യാഴാഴ്ച മറ്റൊരു ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പ്രോഗ്രാം ഉണ്ട്. ബുധനാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേറെ ദിവസം മാറ്റാൻ കഴിയുമെങ്കിൽ മാറ്റാം. അല്ല എങ്കിൽ അടുത്ത ആഴ്ച ബൈപ്പാസ് തന്നെ അടുത്ത ആഴ്ചത്തേക്ക് വരാം. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. യെസ് അജു ബ്രദർ, വെൽക്കം. ഓക്കെ, ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകിയ കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. ഞാനിപ്പോൾ ഈ തമിഴ്നാട്ടിലെ സേലത്താണ്. അതുകൊണ്ട് ഇവിടെ റേഞ്ചിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ടൂറിസ്റ്റ് ഏരിയയിലാണ്. ഇനി നാളെ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോകും. അപ്പം അങ്ങനെ പല പ്രോഗ്രാമുകളാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാകട്ടെ. നമ്മുടെ മീറ്റിംഗ് ശരിക്കും ഇന്ന് രാവിലെ ഞാൻ ബാംഗ്ലൂരിന് പോകേണ്ടതാണ്. ഈ പാസ്റ്ററുടെ മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം ഉള്ളതുകൊണ്ട് മാത്രം പോകാത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് പിന്നെ എന്തെങ്കിലും റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ ആ വചന ശുശ്രൂഷയ്ക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുത്ത് ഞാൻ രാവിലെ പോകാതെ വൈകുന്നേരം, ഇന്ന് രാത്രി നാളെ രാവിലെ ഇവിടുന്ന് പോകണം. അപ്പോൾ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ ശക്തമായിട്ട് ദൈവം മാനിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ദൈവദാസന്മാരൊക്കെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉള്ളവരൊക്കെ തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളെ പങ്കുവയ്ക്കുവാൻ താല്പര്യമുള്ളവർക്ക് പങ്കുവയ്ക്കാം. പിന്നെ പൊതുവെ ഒരു കാര്യം പറഞ്ഞാൽ ആളുകൾക്കൊക്കെ എപ്പോഴും ഒരു ഭയമുണ്ട്. ഒരാള് വന്നൊരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹാർവസ്റ്റ് TV. ഇപ്പൊ ഞാൻ ഒരു ദൈവദാസന്റെ മീറ്റിംഗ് കണ്ടു. തങ്കു തോമസ് കുട്ടി പാസ്റ്ററുടെ മീറ്റിംഗ് ചെന്ന് ഇരുന്നപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഹാർവസ്റ്റ് TVയിൽ നമ്മുടെ പ്രസംഗം പോകുന്നുണ്ട്, പവർ വിഷനിൽ പ്രസംഗം പോകുന്നുണ്ട്. അപ്പൊ ഹാർവസ്റ്റ് TVയിൽ പോകുന്നതിന് ഇത്ര രൂപ വേണം, പവർ വിഷനിൽ പോകുന്നതിന് ഇത്ര രൂപ വേണം. അതുകൊണ്ട് ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു കാർഡൊക്കെ മീറ്റിംഗ് കഴിയുമ്പോൾ ഇങ്ങനെ കാർഡ് കൊടുക്കും. അപ്പം പവർ വിഷനിൽ 15,000 രൂപ, ഹാർവസ്റ്റ് TVയിൽ ഇത്ര രൂപ, അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വന്ന് സംസാരിക്കുന്നതിന് 3,000 രൂപ, 5,000 രൂപ, 10,000 രൂപ, 25,000 രൂപ ഒക്കെ മേടിക്കുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷനുണ്ട്, അനി ജോർജ്. ഒരു TV പ്രഭാഷണത്തിന് 15,000 രൂപ അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നതാണ്. സഭ വിശ്വാസികളോട് പറയും, ഒരു മീറ്റിങ്ങിന് 15,000 രൂപ വേണം, ഒരു മീറ്റിങ്ങിന് 3,000 വേണം. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല, പലരുടെയും കാര്യം ഞാൻ പറഞ്ഞു. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രസംഗങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഒരു സത്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് പേര് ദൈവവചനം കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. പാസ്റ്ററുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ 20,000 പേര് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതുപോലെ കാണുന്നുണ്ട്. ഇത്രയും പോലും അവരുടെ ചാനൽ ചിലപ്പോൾ കാണണമെന്ന് നിർബന്ധമില്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ 1 രൂപ പോലും ആരോടും വാങ്ങിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സുവിശേഷം തിരുവനന്തപുരത്തുണ്ടെങ്കിലും കോട്ടയത്തുണ്ടെങ്കിലും എറണാകുളത്തുണ്ടെങ്കിലും ഞാൻ ബസ്സിൽ കയറി യാത്ര ചെയ്ത് ഞാൻ അവരുടെ അടുത്ത് ചെല്ലും, അവരുടെ അനുഭവ സാക്ഷ്യം പിടിക്കാൻ വേണ്ടി. കാരണം ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. എന്താന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും സുവിശേഷകന്മാർക്ക് തങ്ങളുടെ ജീവിത അവസാനത്തിന് മുമ്പ് തങ്ങളുടെ ഒരു അനുഭവ സാക്ഷ്യം ഉണ്ടെങ്കിൽ, ഒരു സഹോദരിയോട് ഞാൻ ചോദിച്ചു, പുള്ളിക്കാരി വലിയ പ്രസംഗമാണ്, ഞാൻ ചോദിച്ചു, സഹോദരി നിങ്ങളുടെ അനുഭവ സാക്ഷ്യം ഒന്ന് ചാനലിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാം എന്നാണ്. പുള്ളിക്കാരി പെട്ടെന്ന് പിന്മാറി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അവർക്ക് പ്രത്യേകിച്ച് അനുഭവ സാക്ഷ്യമൊന്നും ഇല്ല. അപ്പൊ ഈ പറഞ്ഞു വരുമ്പം ഈ പലവർക്കും ദേശത്ത് സാക്ഷ്യമൊന്നും ഇല്ല ചായ. അതിൻ്റെ അകത്തൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ അനുഭവ സാക്ഷ്യം പറയാൻ വരുമ്പം, നമ്മൾ ഈ അനുഭവ സാക്ഷിയൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോൾ 100 പേര്, 1000 പേര്, 10,000 പേര് കാണും. ഈ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇവനാണോടാ ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന വലിയ അനുഭവ സാക്ഷ്യം പറയുന്നത്? നാട്ടിൽ ഒരു സാക്ഷ്യവും ഇല്ല. അയലോക്കാരന്റെ അതിരും മാന്തി, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി, തമ്മിത്തിലും ഉണ്ടാക്കി, പള്ളിയിൽ അടി ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ നാളെ ചാനലിൽ കയറിയിരുന്ന അനുഭവ സാക്ഷ്യം പറഞ്ഞ ആളുകൾ എന്നാ വിചാരിക്കും? അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ പലരും ഈ ന്യൂട്രൽ ഒഴിവാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ, നിങ്ങൾ എവിടെ വിളിച്ചാലും
എൻ്റെ ഈ ഒരു 1.5 മാസം ഞാൻ അതിനുവേണ്ടി മാറ്റി വെച്ചേക്കാം. എവിടെ വിളിച്ചാലും അവിടെ വന്ന് അനുഭവ സാക്ഷ്യം പിടിച്ച് ഇതിൻ്റെ അകത്ത് അതിന് പ്രത്യേകിച്ച് ഒരു കാശും ഒന്നും ആരും തരേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു താല്പര്യം, കഴിയുന്നിടത്തോളം ആളുകൾ കർത്താവിനെ അറിയട്ടെ, അവരുടെ അനുഭവ സാക്ഷ്യം കൊണ്ട് അറിയട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. ഇന്ന് രാവിലെ UAE എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു, സുജിത ചന്ദ്രൻ. അവരവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞു. അവരുടെ പ്രാർത്ഥനയിലൂടെ അവർക്ക് ലഭിച്ച വിടുതൽ, മറ്റുള്ളവർക്ക് ലഭിച്ച വിടുതൽ, അതൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമെത്തും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ സ്കൂൾ തുറന്നാൽ പിന്നെ ഞാൻ സ്കൂളിലോട്ട് പോകും ജൂലൈയിൽ. അപ്പൊ ഇത്രയും ദിവസങ്ങളുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പങ്കുവയ്ക്കണമെന്നുണ്ടെങ്കിൽ, നിർബന്ധാത്താലല്ല, വേണമെങ്കിൽ, നാടൻ ഭാഷയെ പറഞ്ഞ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഈ ഞാൻ അനുഭവ സാക്ഷ്യം എടുത്ത 2-3 പേര് ഈ ലോകത്തിൽ ഇപ്പൊ ഇല്ല, അവര് നിദ്ര പ്രാപിച്ചു. പക്ഷെ അവരുടെ അനുഭവ സാക്ഷി ഇവിടെ കിടക്കുക ചാനലിൻ്റെ അകത്ത്. അത് ആളുകൾ അനേകരെ കേൾക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതാവസാനത്തിന് മുമ്പ് ഒരു അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫോൺ വിളിക്കാം, കുഴപ്പമില്ല. അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ഡിമാൻഡുള്ള കാര്യമില്ല. വരാതെ കിടക്കണം. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ കോട്ടയം ബസ് സ്റ്റാൻഡിലും തിരുവല്ല ബസ് സ്റ്റാൻഡിലും അടൂർ ബസ് സ്റ്റാൻഡിലും ഒക്കെ കിടന്നാണ് ഈ വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പൊ ഇതൊക്കെ ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ അങ്ങനെ പറയല്ല. കാരണം നമ്മൾ അതിന് റെഡിയാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഇത്രേ ഉള്ളൂ കാര്യം. അപ്പം ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമ്മൾ അതിന് റെഡിയാണ്. അങ്ങനെയെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സുവിശേഷ വേല ഞാൻ ചെയ്യുന്നു. അതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒക്കെ ആവശ്യമാണ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പൊ നാളെ നാളെ വൈകുന്നേരം ദൈവത്തിന് ഡിസ്കണക്ട് ആയിട്ട് വീണ്ടും റീകണക്ട് ആയിട്ടുണ്ട്. 53 മിനിറ്റ്സ് ആയിട്ടുള്ളൂ. അത് വല്ല കറക്ഷൻ വല്ല ടെക്നിക്കലി വല്ല കറക്റ്റ് ചെയ്യാണെങ്കിൽ കറക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അത് ചിലപ്പോൾ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. എന്നാ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നാളെ വീണ്ടും കാണാം. ശരി, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച്.